ഹായ് ഗൈസ്, ഇന്നു മുതൽ നമ്മൾ കാണാൻ പോകുന്ന ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ സീരീസാണ്. ഇതിന്റെ ക്യാപ്ഷനും തംബ്നെയിലും ഒക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലേ. അപ്പോൾ ഇതിന്റെ ഒരു ഫസ്റ്റ് സീസൺ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കണേ. അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കാണ്ട് സീരീസിലോട്ട് കടന്നാലോ. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ നായകനെ കാണിച്ചുകൊണ്ടാണ്. അവൻ്റെ മോളെ കാണാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ അവനൊരു കോള് വന്നിട്ട് അതിൽ പറയുന്നത്, നീ നിന്റെ മോളുമായിട്ട് സുഖമായിട്ട് ജീവിക്കണം, ഇനി ഒരിക്കലും തിരിച്ചു വരരുത് എന്ന. ഇത് കേൾക്കുന്നത് നമ്മുടെ നായകന് നല്ല ഗിൽറ്റി ഫീൽ അടിച്ചിട്ട് അവൻ പെട്ടെന്ന് തന്നെ എയർപോർട്ടിൽ നിന്ന് തിരിച്ചിറങ്ങും. എന്താന്ന് വെച്ചാൽ അവന് നന്നായിട്ടറിയാം ഈ ഗെയിം ഇവിടെ വെച്ചൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്ന്. അങ്ങനെ അവൻ നേരെ വരുന്നത് ഒരു സ്റ്റോറിലായിട്ടാണ്. അവിടെ വന്നിട്ട് അവൻ്റെ ഒരു ബ്ലേഡ് വാങ്ങിക്കും. എന്നിട്ട് അവൻ വാഷ്റൂമിലായിട്ട് വന്നിട്ട് ഇരുന്ന് ആലോചിക്കും. അതായത് ഇവന്റെ ബോഡിയിലായിട്ട് എന്തോ ഒരു ട്രാക്കർ വെച്ചിട്ടുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ മനസ്സിലാവും അവനിപ്പോൾ എവിടെയാണ് എന്ന്. അങ്ങനെ അവൻ തെരഞ്ഞു നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അവൻ്റെ ചെവിയുടെ പുറകിലായിട്ട് ഒരു ട്രാക്കർ ഉണ്ട് എന്ന്. നമ്മളുടെ നായകനാണെങ്കിൽ ഒന്നും തന്നെ ആലോചിക്കാണ്ട് വേഗം തന്നെ അത് കീറി ആ ട്രാക്കറിനെ അങ്ങ് പുറത്തെടുക്കും. എന്താന്ന് വെച്ചാൽ ഈ ഗെയിം നടത്തിയ ആൾക്കാർക്ക് അവനെ കണ്ടുപിടിക്കാതിരിക്കാൻ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഈ സീരീസിലുണ്ടായിരുന്ന നമ്മുടെ ആ സ്പൈ ആയിട്ടുള്ള പോലീസ്മാനെയാണ്. അവനാണെങ്കിൽ ഇപ്പൊ അൺകോൺഷ്യസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുവാണ്. യഥാർത്ഥത്തിൽ ഈ സ്പൈ ആണെങ്കിൽ ഗെയിമിനകത്തോട്ട് എൻ്റർ ആയത് തന്നെ അവന്റെ ബ്രദറിനെ കണ്ടുപിടിക്കാനായിരുന്നു. എന്നാൽ അവസാനം അവന്റെ ബ്രദറിനെ കണ്ടുപിടിക്കുകയും ചെയ്യും. ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഗെയിമിനകത്ത് മെയിൻ ആയിട്ടുണ്ടായിരുന്ന മാസ്ക് ഇട്ട ആള് തന്നെയാ. അവൻ തന്നെയാ നമ്മുടെ ഈ പോലീസുകാരനെ ഷൂട്ട് ചെയ്ത് കൊക്കയിലോട്ട് തള്ളിയിട്ടുന്നു. അങ്ങനെ നമ്മുടെ സ്പൈനെ ഇപ്പൊ ആരോ രക്ഷിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയേക്കുവാണ്. അവനിപ്പോ ബോധം വരും. പിന്നീട് കാണിക്കുന്ന 2 വർഷത്തിന് ശേഷമാണ്. അവിടെ നമ്മളുടെ ഈ പോലീസുകാരനാണെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വിട്ടിട്ട് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് കയറിയിരിക്കുന്നത്. അവിടെ അവന്റെ ജോലിയൊക്കെ ചെയ്യുന്നത് കാണിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഈ സ്പൈനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ ഒരു സീനിയർ വരുന്നതാണ്. അയാള് വന്നിട്ട് സംസാരിക്കുന്നത് അന്നത്തെ ആ ഗെയിമിന്റെ ഇൻസിഡന്റ് തന്നെയാണ്. അവരാരും തന്നെ അതൊന്നും വിശ്വസിക്കാൻ റെഡിയല്ല. യഥാർത്ഥത്തിൽ നമ്മളുടെ സ്പൈ എന്തൊക്കെ തെളിവാണ് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തത് അതൊന്നും അവർക്ക് ഇതുവരെ കിട്ടിയിട്ടുമില്ല. അവരതിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഒരു കപ്പിളാണെങ്കിൽ ഒരു ഹോട്ടലിന്റെ മുമ്പിലായിട്ട് വന്ന് നിൽക്കുന്നതാണ്. അതേസമയം തന്നെ അതെല്ലാം വാച്ച് ചെയ്തുകൊണ്ട് നമ്മളുടെ നായകനും അകത്തായിട്ട് നിൽപ്പുണ്ട്. അവനവിടെ കുറെ CCTV ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ കാണാൻ വേണ്ടിയിട്ട് ഇനിയും ആ ഗെയിമിലുള്ള ആൾക്കാർ വരുമോ എന്നുള്ള പ്രതീക്ഷയല്ല അവൻ നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ അവിടെ കോളിംഗ് ബെല്ലടിക്കും. അവൻ വന്ന് തുറന്നു നോക്കുമ്പോൾ അവനെ കാണാൻ വേണ്ടിയിട്ട് ആ മാസ്ക് ഇട്ട ആള് തന്നെ വന്നേക്കുന്നത്. അയാളുടെ കയ്യിലായിട്ട് നമ്മുടെ നായകന്റെ ഗെയിമിലുണ്ടായിരുന്ന ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള 2 പേരെയും തലയും വെട്ടി വെച്ചിട്ടുണ്ട്. ഇത് കാണുന്ന നായകൻ പേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ആ മാസ്ക് ഇട്ട ആളിനെ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അവൻ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കും. വേഗം തന്നെ അവൻ ഞെട്ടി എഴുന്നേക്കുന്നേ കാണിക്കുന്നത്. എന്താന്ന് വെച്ചാൽ അതൊരു സ്വപ്നമായിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ ആരോ കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട്. നമ്മുടെ നായകനെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിരിക്കുവാണ്. ഇയാൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നായകനാണെങ്കിൽ ഇയാളെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുക. ഈ ഗെയിം കളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വരും, ആ ആളിനെ കണ്ടുപിടിക്കണം എന്ന്. ഇവിടെ നമ്മുടെ നായകൻ ആഗ്രഹിക്കുന്ന തന്നെ അവനെ പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഗെയിം അന്നത്തോടെ നിർത്താൻ പറ്റുമെന്നൊക്കെയാണ്. അങ്ങനെ ഇയാൾക്കാണെങ്കിൽ നമ്മുടെ നായകൻ ഒരുപാട് പണമൊക്കെ കൊടുക്കും. എന്നിട്ട് പറയും, നിങ്ങൾ എന്ത് വില കൊടുത്തും അയാളെ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്ന്. ഈ ബോസ് ആണെങ്കിൽ അയാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരത്തെല്ലാം വന്ന് ഇതിനെപ്പറ്റി പറയും. അവരുടെ കൂട്ടത്തിലുള്ള ചായ എന്ന് പറയുന്നവനാണെങ്കിൽ ചോദിക്കും, അങ്ങേർക്ക് പ്രാന്താണെന്നാ തോന്നുന്നത്, അയാൾ പറയുന്നത് നമ്മൾ എങ്ങനെ വിശ്വസിക്കും എന്ന്. എന്നാൽ നമ്മുടെ ഈ ബോസ് പറയുന്നതെന്ന് വെച്ചാൽ അവൻ ഇത്രയും കാലം നമുക്ക് ക്യാഷ് തന്നെ തന്നുകൊണ്ടിരുന്നത്, അതുകൊണ്ട് അവൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം കാണും, നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പണം കിട്ടുമെന്ന്. അങ്ങനെ എല്ലാവരും നമ്മളുടെ ഈ ഇൻവൈറ്ററിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ആ സ്പൈ ആണെങ്കിൽ ഒരു ബോട്ട് ഓടിക്കുന്ന ആളിനെ വന്ന് കാണുന്നതാണ്. എന്നിട്ട് പറയും, നമുക്ക് ഇന്നത്തെ ദിവസം ഈ ഐലൻഡിലോട്ട് പോകണം എന്ന്. യഥാർത്ഥത്തിൽ സ്പൈ ആണെങ്കിൽ ആ ഗെയിം എവിടെയാണോ നടക്കുന്ന ആ ഐലൻഡ് തപ്പി നടക്കുവാണ്. അവൻ കുറെ ഐലൻഡിലൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ടിക്ക് മാർക്കും ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ അവൻ അവിടേക്ക് പോവാനായിട്ട് ഒരുങ്ങും. യഥാർത്ഥത്തിൽ ഇതേ ബോട്ട് ഓടിക്കുന്ന ആള് തന്നെയാണ് നമ്മളുടെ സ്പൈനെ പരിക്ക് പറ്റി കിടന്നപ്പോൾ രക്ഷിച്ചുകൊണ്ടും വന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ആ ഗ്യാങ്സ്റ്റേഴ്സ് ഇല്ലേ, അവരെല്ലാവർക്കും ക്ലാസ് എടുത്ത് കൊടുക്കുന്നതാണ്. അതായത് അവർ പിടിക്കാൻ പോകുന്ന ആളിന്റെ ലുക്കും ആള് ഫസ്റ്റിലെ എങ്ങനെയാണ് വന്ന് അപ്രോച്ച് ചെയ്യുന്നതും എന്നുള്ള കാര്യമൊക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഇടണോ എന്നും പറയും. അങ്ങനെ എല്ലാവരോട് ചേർന്നിട്ട് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും അറ്റ് എ ടൈം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതേപോലെ തന്നെ നമ്മുടെ ആ സ്പൈനെ കാണിക്കും. അവനും ഇപ്പോൾ കുറെ ഐലൻഡൊക്കെ ചെക്ക് ചെയ്തോണ്ടിരിക്കുകയല്ലേ. എന്നാൽ അവൻ ഇതുവരെ ആ ഒരു ഐലൻഡ് മാത്രം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അവരവിടെ നിന്ന് തിരിച്ചു വരാനായിട്ട് ഒരുങ്ങുമ്പോൾ നല്ലതുപോലെ ചുഴലിക്കാറ്റൊക്കെ അടിക്കും. അത്
കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ആ ഗ്യാങ്സ്റ്റേഴ്സിന്റെ ടീമാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതാ. എല്ലാ റെയിൽവേ സ്റ്റേഷനിലും പോയിട്ട് നമ്മളുടെ ആ ഇൻവൈറ്ററിന്റെ ലുക്കൊക്കെ പറഞ്ഞിട്ട് നല്ലതുപോലെ സെർച്ച് ചെയ്യാനൊക്കെ തുടങ്ങും. അവിടെ നമ്മളുടെ ആ ബോസും അതേപോലെ തന്നെ ചായയും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അവർക്കാണെങ്കിൽ ഇപ്പോഴും നമ്മുടെ നായകൻ പറഞ്ഞതിൽ വിശ്വാസമില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ അവിടെയായിട്ടൊരു സൗണ്ട് കേൾക്കും. നോക്കുമ്പോൾ എന്തുവാ, ഇവരെ അന്വേഷിക്കുന്ന അതേപോലെ സൂട്ടൊക്കെ ഇട്ട് ഒരാൾ നിൽക്കുവാണ്. അയാൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കൂടെ എന്തൊക്കെ പറയുകയും ഗെയിം കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ബോസ് ആണെങ്കിൽ നായകനെ വിളിച്ചിട്ട് കാര്യം പറയും. അപ്പോൾ നമ്മുടെ നായകൻ പറയും, നിങ്ങൾ ഒരിക്കലും അവനെ മിസ്സാക്കരുത്, അവൻ പോലും അറിയാണ്ട് അവനെ ഫോളോ ചെയ്യണം എന്ന്. നമ്മളുടെ ഈ ഇൻവൈറ്റർ ആണെങ്കിൽ അവിടെ നിൽക്കുന്ന ആ ചെറുക്കന് ഈ ഗെയിമിന്റെ കാർഡും കൊടുത്തിട്ട് പൈസ വേണമെന്നുണ്ടെങ്കിൽ നീ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് പോവും. ഈ ചെറുക്കൻ ഇത് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കാണിക്കും. പെട്ടെന്ന് തന്നെ അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ അടുത്ത് നിന്നൊരു കോള് വരും. അവളാണെങ്കിൽ പ്രഗ്നന്റ് ആയിരുന്നു, ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുക. എന്നാൽ അവളുടെ കയ്യിലും ഈ കാർഡ് ഇരിക്കുന്നത് കാണും. അതായത് ഈ ഗെയിമിനകത്തോട്ട് രണ്ടുപേരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്നാൽ രണ്ടുപേർക്കും അതിനെപ്പറ്റി അറിയാവോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് കാണിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഇൻവൈറ്റർ ആണെങ്കിൽ ഒരു ഷോപ്പിൽ പോയിട്ട് ഒരുപാട് ലോട്ടറി ടിക്കറ്റും അതേപോലെ തന്നെ കുറെ ബണ്ണൊക്കെ വാങ്ങിക്കുന്നതാണ്. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ബോസിനും ചായക്കും ഒന്നും മനസ്സിലാവത്തില്ല. അവരിവനെ ഫോളോ ചെയ്യും. ഈ ഇൻവൈറ്റർ നേരെ വരുന്നത് ഒരു പാർക്കിലായിട്ടാണ്. അവിടെ വന്നിട്ട് ഒരുപാട് പിച്ചക്കാരുടെ മുമ്പിലായിട്ട് ഈ ബന്നും അതേപോലെ തന്നെ ലോട്ടറി ടിക്കറ്റും വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഓപ്ഷൻ കൊടുക്കും. എല്ലാവരും ആ ലോട്ടറി ടിക്കറ്റ് എന്നാ ചൂസ് ചെയ്യുന്നത്. എന്നാൽ അത് സ്ക്രാച്ച് ചെയ്ത് നോക്കുമ്പോൾ ആർക്കും ഒന്നും അടിക്കത്തില്ല. അങ്ങനെ നമ്മളുടെ ഇൻവൈറ്റർ ആണെങ്കിൽ ആ പാർക്കിന്റെ നടുക്കായിട്ട് വന്ന് നിന്നിട്ട് കയ്യിലുള്ള ബന്നെല്ലാം തറയിലായിട്ട് തട്ടിയിടും. ഇത് കാണുന്ന അവിടെ നിൽക്കുന്ന പിച്ചക്കാർ വന്നിട്ട് ചോദിക്കും, അല്ല നിങ്ങൾ എന്തിനാ ഇതിങ്ങനെ തറയിടുന്നത്, നല്ല ഫുഡല്ലേ എന്ന്. അപ്പൊ നമ്മളുടെ ഇൻവൈറ്റർ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു ഓപ്ഷൻ തന്നെയായിരുന്നു, നിങ്ങളെല്ലാവരും കാർഡ് തന്നെയാണ് ചൂസ് ചെയ്തത്, അതുകൊണ്ട് ഞാൻ ഇതിവിടെ വേസ്റ്റ് ആക്കുക എന്ന് പറഞ്ഞിട്ട് അവൻ അതിന്റെ മുകളിൽ കയറുന്ന ചവിട്ടി തെറ്റിക്കും. ഇതൊക്കെ കാണുന്ന ബോസും ചായയൊക്കെ അന്തം വിട്ട് നോക്കിയിരിക്കും. എന്താന്ന് വെച്ചാൽ ഇവന് പ്രാന്താണോ എന്ന് ആലോചിച്ചിട്ട്. അതേസമയം തന്നെ നമ്മുടെ നായകനും അപ്ഡേഷൻ കൊടുക്കുന്നുണ്ട്. അവൻ പെട്ടെന്ന് വരുമായിരുന്നു. പെട്ടെന്ന് തന്നെ പോലീസുകാര് അവന്റെ വണ്ടി തടഞ്ഞിട്ട് അവനോട് പെനാൽറ്റി അടയ്ക്കാൻ പറയും. നമ്മുടെ നായകൻ പെട്ടെന്ന് തന്നെ പെനാൽറ്റി അടച്ചിട്ട് വണ്ടി എടുത്തോണ്ട് അങ്ങ് പോവും. അവിടെയായിട്ട് നമ്മുടെ സ്പൈയും ഉണ്ടായിരുന്നു. അവൻ വന്ന് ഈ ആളുടെ പേര് ചോദിക്കുമ്പോൾ പേര് കേട്ട് നന്നായിട്ട് ഷോക്കായി പോവും. എന്താന്ന് വെച്ചാൽ ഗെയിം കളിച്ചപ്പോൾ ഇവർക്ക് പരസ്പരം പരിചയം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ നമ്മുടെ ഈ പോലീസ് ഓഫീസർ ആണെങ്കിൽ അവന്റെ ഡീറ്റെയിൽസ് എല്ലാം എടുക്കും. അവിടെ അയാൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് തന്നെ നമ്മുടെ ആ ഡിറ്റക്റ്റീവിന്റെ ഓഫീസിനെ പറ്റിയിട്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നായകനാണെങ്കിൽ ആ സ്പോട്ടിലായിട്ട് എത്തുന്നതാണ്. അവിടെ വന്ന് നോക്കുമ്പോൾ ബോസിനെയും ചൈനയും ഒന്നും കാണത്തില്ല. പകരമായിട്ട് ബ്ലഡ് പറ്റിയ ഒരു കത്തി മാത്രമാ കാണുന്നത്. നമ്മളുടെ നായകനെ ആ ഇൻവൈറ്ററും ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് നോക്കി നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഈ ഇൻവൈറ്റർ ആണെങ്കിൽ ചായനെയും ബോസിനെയും കെട്ടിവെച്ചിട്ട് അവരുടെ അടുത്ത് ഒരു ഗെയിം കളിക്കാമെന്ന് പറയുന്നതാ. വേറൊന്നുമല്ല, സ്റ്റോൺ പേപ്പർ സീസർ. തോക്കുന്ന ആളുടെ നെറ്റിയിലായിട്ട് ഗണ്ണ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യും. എന്നാൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ചാൻസ് എന്ന് വെച്ചാൽ 6-5. അതായത് ആ ഗണ്ണിനകത്തായിട്ട് ഒരു ബുള്ളറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ആവും. തോക്കുന്നയാളുടെ തലയ്ക്കകത്ത് പെട്ടെന്ന് തന്നെ ഗൺ വെച്ചിട്ട് അപ്പോഴെപ്പോഴും ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ രണ്ടുപേരും എന്തൊരു ലക്കിന്റെ പേരിലാണ് രക്ഷപ്പെട്ടു പോകുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഇൻവൈറ്റർ പറയും, ഇത് ഭയങ്കര ബോറായിട്ടുണ്ട്, എന്തായിരുന്നാലും നമുക്ക് ജീവിക്കാനുള്ള ചാൻസ് 6-1 അതായത് ആ ഗണ്ണില് 6-5 ബുള്ളറ്റ് ഇടാമെന്ന്. അങ്ങനെ ഇവര് ഗെയിം സ്റ്റാർട്ട് ചെയ്യും. എന്നാൽ ഭാഗ്യത്തിന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തോക്കാത്ത രീതിയിൽ ഈക്വലായിട്ടാണ് ഗെയിം കളിച്ചു പോകുന്നത്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മളുടെ ചായ തോറ്റുപോകും. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ബോസിന് ഭയങ്കര സങ്കടം തോന്നും. എന്താന്ന് വെച്ചാൽ അവനൊരു ഫാമിലിയൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ബോസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഗെയിമിൽ നിന്ന് അങ്ങ് കിറ്റാവും. അപ്പോൾ നമ്മുടെ ഇൻവൈറ്റർ വേറെ ഒന്നും നോക്കത്തില്ല, ആ സെക്കൻഡിൽ തന്നെ നമ്മളുടെ ഈ ബോസിനെ അങ്ങ് ഷൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ആ സ്പൈ ആണെങ്കിൽ നേരെ ഡിറ്റക്റ്റീവിന്റെ ഓഫീസിൽ വരുന്നതാണ്. അവിടെ വന്നിട്ട് അവിടെയുള്ള കാര്യങ്ങളെല്ലാം അവൻ നല്ലതുപോലെ നോക്കും. പെട്ടെന്ന് തന്നെ അവിടെ ഒരാൾ കയറി വരും. അയാൾ വന്നിട്ട് കുറെ ഗണ്ണൊക്കെ പറക്കിയെടുത്തോണ്ട് പോകുമായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ സ്പൈക്കാണെങ്കിൽ കുറച്ച് ഇൻഫർമേഷൻസും കിട്ടും. അവനങ്ങനെ അവിടെയുള്ള ഡോക്യുമെന്റ് എടുത്ത് നോക്കുന്നത് മനസ്സിലാവും നമ്മുടെ ഹീറോയുടെ ഹോട്ടൽ എവിടെയാണ് എന്ന്. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ഹീറോ നേരെ അവന്റെ ഹോട്ടലിലായിട്ട് വരുന്നതാണ്. അവിടെ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഇൻവൈറ്റർ ഇവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവന്റെ അടുത്ത് ചോദിക്കും, അല്ല നീ എന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടെന്നാണല്ലോ തോന്നുന്നത്. അപ്പോൾ നമ്മളുടെ നായകൻ അവന്റെ മൈൻഡിലുള്ള കാര്യങ്ങളൊക്കെ പറയും, നീ ഒരു വാലാട്ടുന്ന പട്ടീനെ പോലെയാണ്, അതുകൊണ്ടാണ് നീ പൈസയുടെ പുറകില് ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് നടക്കുന്നത് എന്ന്. ഇവിടെ നമ്മളുടെ നായകന് വേണ്ടത് ഈ ഗെയിം ആരാണോ നടത്തുന്നത് അവരുടെ ഇൻഫർമേഷൻ ആയിരുന്നു. എന്നാൽ നമ്മളുടെ ഈ ഇൻവൈറ്റർ പറയും, അതിനൊക്കെ മുന്നേ ആയിട്ട് നമുക്കൊരു ഗെയിം കളിച്ചാലോ എന്നും പറഞ്ഞിട്ട് അവനൊരു ഗണ്ണിനകത്ത് ഒരു ബുള്ളറ്റ് ഇട്ടിട്ട് പറയും, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യാവെന്ന്. ഇവിടെ നമ്മളുടെ നായകൻ അതിന് സമ്മതിക്കും. ഇതിൽ അവർക്ക് ജീവിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 6-5. നമ്മുടെ നായകൻ ഭയങ്കര ധൈര്യമായിട്ട് തന്നെ അതിനെ ഫേസ് ചെയ്യും. അതേപോലെ തന്നെ ഇൻവൈറ്ററും അവന്റെ കൂടെ കട്ടയ്ക്ക്
പിടിച്ചു നിൽക്കും. രണ്ടുപേരും ഇപ്പോൾ 4 ചാൻസ് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനം ഇപ്പോൾ 2 ചാൻസ് ആണ് ഉള്ളത്. അതായത് ജീവിക്കാനുള്ള ചാൻസ് 50-50 ആണ്. നായകനാണെങ്കിൽ ഭയങ്കര ധൈര്യമായിട്ട് അവന്റെ തലയിൽ ആ ഗണ്ണ് വെച്ചിട്ട് അങ്ങ് ഷൂട്ട് ചെയ്യും. എന്നാൽ അവനൊന്നും തന്നെ പറ്റിയിട്ടില്ലായിരുന്നു. അതായത് ഇനിയിപ്പോൾ നമ്മളുടെ ഇൻവൈറ്ററിന്റെ ചാൻസ് ആണ്. അവനോട് നമ്മുടെ നായകൻ പറയും, നിനക്ക് എന്താ പേടിയാവുന്നുണ്ടോ? നീ എന്തായിരുന്നാലും ഇപ്പൊ കൺഫേം മരിക്കാൻ പോവുകയാണ്. നിനക്ക് വേണമെങ്കിൽ നിന്റെ കയ്യിലിരിക്കുന്ന ഗണ്ണ് വെച്ചിട്ട് എന്നെ ഷൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിനക്ക് രക്ഷപ്പെടാം. എന്നാൽ നമ്മളുടെ ഇൻവൈറ്ററിന്റെ കണ്ണിൽ നല്ല പേടിയുണ്ടായിരുന്നു. എങ്കിലും അവൻ ധൈര്യമായിട്ട് അവനെ തന്നെ അങ്ങ് ഷൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സ്പൈ ആണെങ്കിൽ നേരെ നമ്മുടെ നായകന്റെ ആ ഹോട്ടലിലായിട്ട് വരുന്നതാണ്. അവിടെ വന്ന ഉടനെ അവിടെ സൗണ്ട് കേട്ടിട്ട് അവൻ നമ്മുടെ ചായനെയാ രക്ഷിക്കുന്നത്. ചായ പറഞ്ഞിട്ട് നേരെ തന്നെ നമ്മുടെ നായകന്റെ അടുത്തോട്ട് വരും. അവൻ നോക്കുമ്പോൾ എന്തുവാ, നമ്മുടെ ആ ഇൻവൈറ്ററിന്റെ പോക്കറ്റിലായിട്ട് ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവൻ അത് എടുത്തു വെച്ച് നോക്കും. അതായത് അവൻ ഇവിടെ വെച്ചിട്ടാണ് ആ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നത് എന്ന് നമ്മുടെ നായകന് മനസ്സിലായിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഈ സ്പൈ വന്നിട്ട് നായകന്റെ അടുത്ത് പറയുന്നത്, നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യുക എന്ന്. ഇത് കേൾക്കുന്ന ചായ് വേഗം തന്നെ അവന്റെ കയ്യിരുന്നൊരു സാധനം എടുത്ത് നമ്മുടെ സ്പൈയുടെ തലക്കിട്ടങ്ങ് അടിച്ച് ബോധം കെടുത്തും. എന്നിട്ട് നമ്മുടെ ചായ് വന്നിട്ട് നായകന്റെ അടുത്ത് നടന്ന കാര്യമൊക്കെ പറയും. അതായത് ബോസിനെ കൊന്നതൊക്കെ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ നായകനാണെങ്കിൽ സ്പൈയുടെ അടുത്തിരുന്ന് സംസാരിക്കുന്നതാണ്. അവിടെ നമ്മളുടെ സ്പൈയോട് നായകൻ ചോദിക്കുന്നതിന്, നിങ്ങളും ആ ഗെയിമിലുള്ളൊരു മെമ്പറാണോ എന്ന. അപ്പോൾ സ്പൈ പറയും, ഒരിക്കലുമല്ല, ഞാൻ അന്ന് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരാളുടെ പേര് ചോദിച്ചായിരുന്നു, അതെന്റെ ബ്രദർ ആയിരുന്നു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ നായകന് പണ്ടത്തെ കാര്യം ഓർമ്മ വരും. അപ്പൊ നമ്മളുടെ നായകൻ ചോദിക്കും, നീ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആ മാസ്ക് ഇട്ട ആളുടെ ഫേസ് കണ്ടോ എന്ന്. യഥാർത്ഥത്തില് അതെന്ന് വെച്ചാൽ സ്പൈയുടെ ബ്രദർ തന്നെയല്ലേ. അവൻ എന്നാ അവിടെ കണ്ടില്ല എന്ന് കള്ളം പറയും. നമ്മളുടെ നായകൻ പറയുന്നത് തന്നെ, ഞാൻ വിചാരിച്ചത് എൻ്റെ അന്നത്തെ ഗെയിമോട് കൂടി ആ ഗെയിം അവസാനിച്ചു എന്നാ അല്ല, ഇപ്പോഴും ഒരുപാട് ആൾക്കാരെ അവർ പിടിച്ചുകൊണ്ടുപോയി ആ ഗെയിം കളിപ്പിക്കുന്നുണ്ട്. എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, ഞാനിത് തടയുക തന്നെ ചെയ്യുമെന്ന് നമ്മളുടെ നായകൻ പറയും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ സ്പൈനെയും അതേപോലെ തന്നെ ചായനെയും അവന്റെ കൂട്ടത്തിലായിട്ട് കൂട്ടും. എന്നിട്ട് നമ്മുടെ നായകൻ നേരെ വരുന്നത് തന്നെ ഒരു അണ്ടർഗ്രൗണ്ടിലായിട്ടാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ നായകൻ കുറെ ഗണ്ണൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ ആ സ്പൈയുടെ അടുത്ത് പറയും, നിനക്ക് എപ്പം വേണമെങ്കിലും ഇവിടെ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം, എനിക്ക് കുറച്ച് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആൾക്കാരെ വേണമെന്ന്. നമ്മളുടെ ചായ ആണെങ്കിൽ അതെല്ലാം സംഘടിപ്പിക്കാം എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഒരു പാർക്കിലാണ്. അവിടെയാണെങ്കിൽ കുറെ ആൾക്കാർ ഈ ബൊമ്മയുടെയൊക്കെ രൂപം ധരിച്ചിട്ട് ഇങ്ങനെ കൊച്ചുങ്ങളെ കളിപ്പിക്കാൻ നടക്കുന്നുണ്ട്. അവരാണെങ്കിൽ ഇപ്പൊ നല്ലതായിട്ട് ടയേർഡായിട്ട് ഒരു റൂമിലായിട്ട് വന്നിരിക്കും. അവിടെ നമുക്ക് ഒരു ക്യാരക്ടറിനെ കാണിക്കും. അവളുടെ പേരെന്ന് വെച്ചാ മിന്നെന്നാണ്. അവളാണെങ്കിൽ നോർത്ത് കൊറിയയിൽ നിന്ന് വന്നതാണ്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ഒരു കൊച്ചു പെങ്കൊച്ചു കയറി വരും. യഥാർത്ഥത്തിൽ ഈ കൊച്ചുങ്ങളുടെ മുമ്പിലായിട്ട് മാസ്ക് ഇല്ലാണ്ട് നിന്നൂടാ എന്നാണ് പറയുന്നത്. പെട്ടെന്ന് തന്നെ അവർ ആ മുഖം മൂടിയെല്ലാം എടുത്തങ്ങ് വെക്കും. ഈ പെങ്കൊച്ചാണെങ്കിൽ നേരെ നമ്മളുടെ ഈ മിന്നിനാണെങ്കിൽ ഒരു പെയിന്റിങ് കൊണ്ടുവന്ന് വരച്ചു കൊടുക്കും. ഇത് കാണുന്നേയും അവൾക്ക് നല്ല സന്തോഷമായിരുന്നു. പെട്ടെന്ന് തന്നെ ആ കൊച്ചിന്റെ അച്ഛൻ വന്നിട്ട് അവളെ അവിടെ നിന്ന് എടുത്തോണ്ടങ്ങ് പോകും. അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരാൾ പറയും, ഈ കൊച്ചിന് ബ്ലഡ് ക്യാൻസർ ആണ്, അവളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസയുടെ ആവശ്യമുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഈ മിന്നെന്ന് പറഞ്ഞ പെങ്കൊച്ചിന് ഭയങ്കര സങ്കടം വരും. അവളിങ്ങനെ ആ പെയിന്റിങ് നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഈ മിന്നാണെങ്കിൽ നേരെ ഒരു ബ്രോക്കറിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവൾ വന്നിട്ട് പറയുന്നത് തന്നെ, എൻ്റെ കൊച്ചിനെ നിങ്ങൾ കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു വിവരവും ഇല്ലല്ലോ എന്ന്. അപ്പോൾ അയാൾ പറയും, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, അതിനുള്ള ചാൻസസ് വളരെ കുറവാണ്, ആ കുഞ്ഞ് മരിച്ചു പോയി കാണുമെന്ന്. ഇവൾ യഥാർത്ഥത്തിൽ നോർത്ത് കൊറിയയിൽ നിന്ന് വന്നതല്ലേ. അപ്പോൾ അവൾ ആ കുഞ്ഞിനെയാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അവള് നൈറ്റ് ടൈമിൽ ഒരു കാറിലായിട്ട് ഇരുന്നിട്ട് അവളുടെ ആ കുഞ്ഞിന്റെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മളുടെ ഈ ഗെയിമിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഇവക്കൊരു ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കും. ഇത് കണ്ടതും അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, വീണ്ടും ആ ഗെയിമിൽ പോണോ വേണ്ടയോ എന്ന്. നമുക്കിവിടെ എന്താണെന്നൊന്നും മനസ്സിലാവത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ആ സ്പൈ ആണെങ്കിൽ അവന്റെ അമ്മയുടെ കൂടെ നിന്ന് ഫുഡ് കഴിക്കുന്നതാണ്. അവരാണെങ്കിൽ ഇപ്പോൾ സംസാരിക്കുന്നതല്ല അവന്റെ ബ്രദറിനെ പറ്റിയിട്ട് തന്നെയാണ്. അവിടെ നമുക്കൊരു കാര്യം മനസ്സിലാവും. അതായത് അവന്റെ ബ്രദർ ആണെങ്കിൽ അയാളുടെ വൈഫിന് സുഖമില്ലാണ്ടിരുന്നപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൈക്കൂലി വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന്. അങ്ങനെ അയാൾ ഭയങ്കര കടക്കിണിയിലൊക്കെ പെട്ടിട്ടാണ് അവസാനം നമ്മളുടെ ഈ ഗെയിമിനകത്ത് ജോയിൻ ചെയ്ത് വലിയൊരു ഗാങ്സ്റ്റർ ആയത് എന്ന്. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ആ മിന്നെന്ന് പറയുന്ന പെണ്ണാണെങ്കിൽ അവളുടെ ആ ജോലി സ്ഥലത്ത് വന്ന് റെസിഗ്നേഷൻ കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ ആ കൊച്ചു പെങ്കൊച്ചിന്റെ അച്ഛനെ കാണിക്കും. അവിടെയായിട്ടൊരു ആംബുലൻസ് വരുന്ന കാണുന്നതും അയാൾ ഭയങ്കരമായിട്ട് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. വേഗം വന്ന് നോക്കുമ്പോൾ ആ കൊച്ചു വെച്ച് തന്നെയാണ് അവിടെ ബോധം കെട്ടി കിടക്കുന്നത്. ഇത് നമ്മളുടെ മിന്നും ശ്രദ്ധിക്കും. ആ കുഞ്ഞിന്റെ തൊപ്പി അവിടെ വീണിട്ടുണ്ടായിരുന്നു. അവൾ അത് വേഗം തന്നെ എടുത്ത് കയ്യിൽ വെക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നായകനാണെങ്കിൽ ഒരു ഡോക്ടറിനെ വിളിച്ചു വരുത്തിയിട്ട് അവന്റെ ഒരു പല്ലെടുത്തിട്ട്
പകരമായിട്ട് ഒരു ലൊക്കേഷൻ ട്രാക്കർ സെറ്റ് ചെയ്ത് ഒരു പല്ല് ഫിറ്റ് ചെയ്ത് വെക്കുന്നതാണ്. എന്നിട്ട് അവനാണെങ്കിൽ അവന് കിട്ടിയ ലൊക്കേഷനിലെ അവിടോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ മിന്നാണെങ്കിൽ ആ കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ വരുന്നതാണ്. അവളുടെ മൂക്കും ഇവളുടെ അതേ പ്രായം തന്നെ ആയിരിക്കത്തില്ലേ. അങ്ങനെ നമ്മളുടെ മിന്ന ആ കൊച്ചിന്റെ ദേഹത്തായിട്ട് അവളുടെ ക്യാപ്പ് വെച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ നായകനെയാണ്. അവന്റെ ആ അണ്ടർഗ്രൗണ്ടിലായിട്ട് ഇപ്പൊ നല്ലതുപോലെ പ്രാക്ടീസ് നടക്കുകയാണ്. ഇപ്പൊ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് തന്നെ അവൻ ആ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇവന് ബാക്ക് സപ്പോർട്ടായിട്ട് ഇവരെല്ലാവരും പ്രൊട്ടക്ട് ചെയ്യാൻ കാണണം എന്നൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ നായകൻ വേഗം തന്നെ ഒരാളെ വിളിക്കും. അത് വേറെ ആരുമല്ല, നമ്മളുടെ നായകന്റെ മോളെ തന്നെയാണ്. എന്നാൽ അവനൊന്നും സംസാരിക്കാൻ റെഡി ആവത്തില്ല. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ആ മിന്നിനെയാ. അവളാണെങ്കിൽ ആരെയോ വിളിച്ചിട്ട് പറയും ഞാൻ വരാൻ റെഡിയാണ് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹീറോയും അവന്റെ ടീമും ഒക്കെ ചേർന്നിട്ട് എവിടെയാണോ ആ ആൾക്കാർ വരും എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെയായിട്ട് വരുന്നതാണ്. അവിടെ വന്നിട്ട് നമ്മുടെ നായകനും അതേപോലെ തന്നെ ചായയും കൂടെ അകത്തോട്ട് കയറും. നമ്മുടെ നായകനാണെങ്കിൽ മാസ്ക് ഇട്ട ആളിനെ ഒരുപാട് കണ്ടുപിടിക്കാൻ നോക്കും. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മുടെ ആ സ്പൈ ഇല്ലേ അവൻ ശ്രദ്ധിക്കും. അതായത് ഈ ഗെയിമിനകത്തുള്ള ആൾക്കാരുടെ ആ പിങ്ക് ഡ്രസ്സ് ഇട്ടിട്ട് 2-3 പേര് അതിന്റെ അകത്തോട്ട് കയറി പോകുന്നത്. വേഗം തന്നെ നമ്മുടെ സ്പൈയും അകത്തോട്ട് വരാനായിട്ട് ഒരുങ്ങും. അവിടെയായിട്ട് നമ്മുടെ നായകനെ ഈ പിങ്ക് ഡ്രസ് ഇട്ട ആൾക്കാർ വന്ന് വിളിച്ചിട്ട് പറയും ഞങ്ങളുടെ ബോസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന്. അങ്ങനെ ഇവനെ ആദ്യമായിട്ട് ഏത് കാറിലാണോ കയറ്റി കൊണ്ടുവന്നത് അതേ കാറിൽ തന്നെ വിളിച്ചുകൊണ്ട് വരും. നമ്മളുടെ സ്പൈ ആണെങ്കിൽ വന്ന് നോക്കുമ്പോൾ അവിടെ ചായനെ ബോധം കെടുത്തി ഇട്ടേക്കുമായിരുന്നു. നമ്മുടെ സ്പൈയും അതേപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ നായകനെ ഫോളോ ചെയ്ത് പോകാനായിട്ട് ഒരുങ്ങും. ആ കാറിന്റെ അകത്താണെങ്കിൽ ഒരു പന്നിയുടെ തല പോലത്തെ ഒരു സ്പീക്കർ ഇരിപ്പുണ്ട്. അതാണ് നമ്മുടെ നായകൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. എന്നിട്ട് ചോദിക്കും നിനക്ക് ക്യാഷ് കിട്ടിയതല്ലേ, നിനക്ക് അതും കൊണ്ട് എവിടെയെങ്കിലും പോയി ജീവിച്ചുകൂടായിരുന്നോ എന്ന്. എന്നാൽ നായകൻ പറയുന്നത് എനിക്ക് ഈ ഗെയിം നിർത്തിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സ്പീക്കർ പറയാൻ തുടങ്ങും നിനക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എത്രത്തോളം കാലം മനുഷ്യന്മാർക്ക് ആർത്തിയുണ്ടോ അത്രയും നാളും ഈ ഗെയിം ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുമെന്ന്. എന്നിട്ട് ആ സ്പീക്കർ പറയും നിന്റെ പ്ലാൻ എല്ലാം എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം, നീ എന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുവല്ലേ എന്ന്. യഥാർത്ഥത്തിൽ നമ്മളുടെ നായകൻ്റെയിലാണെങ്കിൽ ഇപ്പോൾ ഒരു ട്രാക്കർ ഇല്ലേ അത് വെച്ചിട്ടാണ് എല്ലാവരും അവനെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ചെവിയിലായിട്ടൊരു ഹെഡ്സെറ്റും ഉണ്ട്. അവിടെ അവന് മനസ്സിലാവും അതായത് അവനെ ഫോളോ ചെയ്ത് വരുന്ന എല്ലാ കാറിൻ്റെയും ഓരോരോ ടയറായിട്ട് ആരോ ദൂരെ ഇരുന്നിട്ട് ഷൂട്ട് ചെയ്ത് നശിപ്പിക്കുക എന്ന്. അതായത് ഇവന്റെ പ്ലാൻ എല്ലാം ഇപ്പൊ ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ നായകൻ അവിടെ പറയും അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും ആ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന്. അപ്പോൾ ഈ സ്പീക്കർ പറയും ഓക്കെ നിന്റെ ഇഷ്ടം, നീ എന്തായിരുന്നാലും അവിടെ വന്ന് മരിച്ചിട്ട് വാ എന്നും പറഞ്ഞിട്ട് അയാൾ വേഗം തന്നെ ആ കാറിനകത്ത് ഫുള്ളും അങ്ങ് ഫോഗ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യും. എന്നിട്ട് അയാളുടെ ആ ഒരു ഡോർ ഓപ്പൺ ചെയ്യും. അവിടെ നമുക്ക് മനസ്സിലാവും ആ വണ്ടി ഓടിക്കുന്നത് ആ മാസ്ക് ഇട്ട ആൾ തന്നെയായിരുന്നു. ആ മാസ്ക് ഇട്ട ആൾ വേറെ ആരുമല്ല, നമ്മളുടെ ആ സ്പൈയുടെ ബ്രദർ തന്നെയാണ്. ഇവിടെ നമ്മളുടെ നായകൻ ഇങ്ങനൊരു കാര്യം ചൂസ് ചെയ്തത് തന്നെ അവൻ അവിടെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബാക്കിയുള്ളവർക്ക് ഇതേതാണ് സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ, അതിന്റെ പേരിലാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഒരു കണ്ടെയ്നറിന്റെ അടുത്തായിട്ട് നമ്മുടെ ആ മിന്നെന്ന് പറയുന്ന പെണ്ണ് വരുന്നതാ. അവളാണെങ്കിൽ ഇപ്പോൾ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണോ വന്നിരിക്കുന്നത് എന്തിനാണെന്നൊന്നും മനസ്സിലാവത്തില്ല. അവിടെ ഒരു കണ്ടെയ്നറിന്റെ അകത്ത് കയറിയിട്ട് അവിടെയായിട്ട് നിന്ന് ഡ്രസ്സ് ചേഞ്ച് ആക്കുന്നത് കാണിക്കും. ഈ ഒരു സസ്പെൻസോട് കൂടിയാണ് കേട്ടോ ഈ സീരീസിന്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുന്നത്. എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ സ്പൈനെയും ചൈനയൊക്കെ കാണിച്ചുകൊണ്ടാണ്. അവരാണെങ്കിൽ ഇപ്പൊ നമ്മളുടെ ഈ ഹീറോയിനെ തേടി ആ ഐലൻഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഹീറോ ആണെങ്കിൽ ഓൾറെഡി അവന്റെ പല്ലിലായിട്ട് ഒരു GPS സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ ലൊക്കേഷൻ ഫോളോ ചെയ്താണ് അവരിപ്പോൾ പോകാനായിട്ട് ഒരുങ്ങുന്നത്. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ ഹീറോയിനെയാണ്. അവൻ കണ്ണുറന്ന് നോക്കുമ്പോൾ പണ്ട് എങ്ങനെയാണ് അവൻ ഗെയിം കളിച്ചത് അതേ സെയിം സെറ്റപ്പ് തന്നെയാണ് അവിടെ, അതേ സെയിം ഡ്രസ്സ്, അതേപോലെ തന്നെ അവന് കിട്ടിയിരിക്കുന്നത് അവിടുത്തെ ലാസ്റ്റ് നമ്പർ ആയിരുന്നു. എല്ലാവരും ഭയങ്കര ഷോക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ആ പിങ്ക് ഡ്രസ്സ് ഇട്ട മാസ്ക് ഇട്ട ആൾക്കാർ വരും. എന്നിട്ട് അവർ വന്നിട്ട് ഈ ഗെയിമിൻ്റെ റൂളും കാര്യങ്ങളൊക്കെ പറയും. ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ചോദിക്കും നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാണ്ട് ഞങ്ങളുടെ ഡ്രസ്സൊക്കെ മാറ്റിയത് എന്ന്, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എവിടെയെന്ന്. എന്നാൽ പിങ്ക് ഡ്രസ്സ് ഇട്ടവർ പറയുന്നതെന്ന് വെച്ചാൽ അതെല്ലാം നിങ്ങൾ ജയിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ മാത്രമേ ഞങ്ങൾ തിരിച്ച് തരത്തുള്ളൂ എന്ന്. അതിനകത്ത് ഒരു ചെറുക്കനാണെങ്കിൽ വന്ന് എന്നിട്ട് പറയും എനിക്ക് എൻ്റെ മൊബൈൽ ഫോണൊന്നും വേണം, ഞാനാണെങ്കിൽ ട്രേഡിങ് ചെയ്തുകൊണ്ടിരിക്കുക, എനിക്കതിൻ്റെ റിസൾട്ട് അറിയണം എന്ന്. ഉടനെ തന്നെ അവിടെ നിൽക്കുന്ന പിങ്ക് ഡ്രസ്സ് ഇട്ട ആൾക്കാർ ഇവരുടെ എല്ലാവരുടെയും ജീവചരിത്രം ഫുള്ള് കാണിക്കാൻ തുടങ്ങും. അവർക്ക് എത്ര രൂപ കടമുണ്ട്, അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നുള്ള കാര്യം ഇത് കാണുന്നതും എല്ലാവരും ഭയങ്കര ഷോക്കായി പോയായിരുന്നു. എന്നാൽ ഇവിടുത്തെ ഈ ഒരു ഗെയിമിന് പുതിയൊരു റൂള് തന്നെ വന്നിട്ടുണ്ട്. അതായത് ഈ ഓരോ ഗെയിം കഴിയുന്നതും ആൾക്കാർക്ക് തീരുമാനിക്കാം ഗെയിമിൽ തുടരണോ അതോ പിന്മാറണോ എന്ന്. പിന്മാറാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടി കിട്ടിയ തുക ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അത് കേൾക്കുന്നത് നമ്മുടെ നായകൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇവിടെയായിട്ട് വേറൊരു പെൺകൊച്ചിനെയും കാണിക്കും. അവളാണെങ്കിൽ പ്രഗ്നൻ്റ് ആയിരുന്നു. ഇതേ പെൺകുട്ടീനെ തന്നെയാണ് നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിലും കാണിച്ചത്. അവിടെയായിട്ട് വേറൊരുത്തനെ കാണിക്കും. അവൻ്റെ അമ്മയും ഇതിനകത്ത് പങ്കെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും വന്നതും കടം വീട്ടാനായിട്ടാണ്. അവർ രണ്ടുപേരും അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം
ശേഷമാണ് പരസ്പരം മീറ്റ് ചെയ്യുന്നത്. രണ്ടുപേരും ഭയങ്കരമായിട്ട് ഷോക്കായി പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഈ പ്രഗ്നൻ്റ് ആയ പെണ്ണിൻ്റെ ബോയ് ഫ്രണ്ടിലെ അവനവിടെ നിൽക്കാൻ നേരത്ത് അവൻ്റെ കൂടെ അടി കൂടാനായിട്ട് തലയിൽ കളർ ചെയ്ത ഒരുത്തൻ വരുന്നതാണ്. അവൻ വന്നിട്ട് പറയുന്നത്, നിൻ്റെ യൂട്യൂബ് ചാനൽ കണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് നഷ്ടം മാത്രമേ വന്നിട്ടുള്ളൂ, നീ എനിക്ക് അതിന് നഷ്ടപരിഹാരം തരണോ എന്ന്. എന്നാൽ ഇവൻ അതിനൊന്നും റെഡി ആവത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ആ സ്പൈനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ബോട്ടിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. ആ ബോട്ട് ഓടിക്കുന്ന ആളാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ചോദിക്കും. അപ്പം നമ്മുടെ സ്പൈ നടന്ന കാര്യങ്ങളൊക്കെ പറയും. അതായത് ഒരുത്തനുണ്ട്, അവനിപ്പോൾ മത്സരിക്കാൻ പോയിരിക്കുക, അവൻ്റെ കയ്യിലൊരു GPS ഉണ്ട് എന്ന്. ഇത് കേൾക്കുന്നതും അയാൾ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയായിരുന്നു. അയാൾ പറയും, ഓഹോ അപ്പം നീ പറഞ്ഞതെല്ലാം സത്യമായിരുന്നല്ലേ, നിന്നെ വിശ്വസിച്ച് വരാൻ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നല്ലേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഗെയിമിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനും എല്ലാ കാര്യങ്ങളും എല്ലാവരും കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുന്നതാണ്. ഇവിടെ നമ്മളുടെ നായകൻ അത് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അവൻ വിചാരിക്കുന്നത് ഒരിക്കൽ കൂടി ഗെയിം കളിച്ചിട്ട് ആ മാസ്ക് ഇട്ട ആളിനെ കണ്ടുപിടിക്കണം എന്നാണ്. അവൻ അതൊക്കെ പ്ലാൻ ചെയ്തിട്ട് അവിടെ സൈൻ ചെയ്യാനായിട്ട് ഒരുങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ അവിടെയായിട്ട് ആ മുടി കളർ ചെയ്തവനില്ലേ, അവനെ കാണുന്നതും കുറേ 2K കിഡ്സ് വന്നിട്ട് നിങ്ങൾ ആ ഫേമസ് റാപ്പർ അല്ലേ എന്നും പറഞ്ഞിട്ട് ഇവൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നോക്കുന്നതാണ്. അതായത് ഇവർ ഗെയിം കളിക്കുന്നതിന് മുന്നേ ആയിട്ട് എല്ലാവരും അവരവരുടെ ഫോട്ടോ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ അവിടെ ഭയങ്കര ബഹളം വയ്ക്കും. അതേസമയം തന്നെ ആ അമ്മയും മോനെയും കാണിക്കും. അവർ നോക്കാൻ നേരത്ത് അവിടെയായിട്ട് ഒരാൾ നിൽക്കുമായിരുന്നു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ജെൻഡർ ആണ് കേട്ടോ. ഇവരെ നമുക്ക് റോസ് എന്ന് വിളിക്കാം. ഇവരെ കാണുന്നതും ആ അമ്മ ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് മോൻ്റെ അടുത്ത് വയ്ക്കും ഇവരാരാ എന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവിടെ ഫോട്ടോ എടുക്കാൻ ചെല്ലും. അവൻ അങ്ങനെ നടന്നു പോകാൻ നേരത്ത് അവൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കാണും. ഇത് കാണുന്നത് നമ്മുടെ ഹീറോ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയായിരുന്നു. അവൻ അവൻ്റെ ഫ്രണ്ടിനെ പിടിച്ചിരുത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. അതായത് ഇത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഗെയിമായെന്ന്. എന്നാൽ അവൻ്റെ ഫ്രണ്ട് അത് വിശ്വസിക്കാനേ റെഡി ആയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന എല്ലാവരും ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്നതാണ്. അതായത് റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് എന്ന് പറയുന്ന ഗെയിം. അതേസമയം തന്നെ നമ്മുടെ സ്പൈനെയും ആൾക്കാരെയും കാണിക്കും. അവരാണെങ്കിൽ ആ GPS ട്രാക്ക് ചെയ്തിട്ട് ഒരു ഐലൻഡിലായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അവരവിടെ എല്ലാം തിരഞ്ഞു നോക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഗെയിം കളിക്കുന്ന സ്ഥലത്തായിട്ട് അവിടുത്തെ ആ വിൻഡോ ഓപ്പൺ ആവുന്നതാണ്. എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്പൈനെയും ആൾക്കാരെയും കാണിക്കും. അവരാണെങ്കിൽ തേടി തേടി വരുന്നതും അവിടെ ദൂരെയായിട്ട് ഒരാൾ നിൽക്കുന്ന കാണും. അയാൾ മീൻ പിടിക്കുമായിരുന്നു. വന്ന് നോക്കുമ്പോൾ അയാൾ ചൂണ്ടയിടാൻ വേണ്ടി വെച്ചേക്കുന്ന പുഴുവിൻ്റെ ഇടയിലായിട്ട് ആ GPS സിസ്റ്റം കണ്ടുപിടിക്കും. ഇത് കാണുന്നവർക്ക് മനസ്സിലാവും ഇവർ പറ്റിക്കപ്പെട്ടു എന്ന്. അതേസമയം തന്നെ നമ്മുടെ ഹീറോയിനെ കാണിക്കും. അവനിരുന്ന് ആലോചിക്കും, എങ്കിലും അവരെന്താണ് ഇതുവരെ എന്നെ കണ്ടുപിടിക്കാൻ വരാത്തത് എന്ന്. പെട്ടെന്ന് തന്നെ ഡൗട്ട് തോന്നിയിട്ട് അവൻ്റെ വായിലുള്ള ആ പല്ലെടുത്ത് നോക്കുമ്പോൾ എന്തുവാ അതിനകത്ത് ആ ചിപ്പില്ല. പെട്ടെന്ന് തന്നെ അവന് മനസ്സിലാവും, ഓക്കെ തീർന്നു, ഇനിയിപ്പോൾ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് പറഞ്ഞ് അവൻ ഷോക്കായി നിൽക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ആ സ്പൈയുടെ ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ സ്പൈനെ വിളിച്ചിട്ട് പറയുന്ന, നമ്മൾ ചതിക്കപ്പെട്ടു, നമ്മൾ വേറെ എവിടെയെങ്കിലും ഇനി തെരഞ്ഞു പോയേ പറ്റത്തുള്ളൂ എന്ന്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഹീറോയിനെയാണ്. അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഗെയിം കളിക്കുന്നതിന് മുന്നേയായിട്ട് എല്ലാവരും വന്ന് വാൺ ചെയ്യും, നിങ്ങൾ ആരും അനങ്ങരുത്, നിങ്ങളെ എല്ലാവരും അവർ ഷൂട്ട് ചെയ്യുമെന്ന്. എന്നാൽ ഇത് കേൾക്കുന്ന ആരും വിശ്വസിക്കത്തില്ല. അവരെല്ലാവരും ചിരിച്ചങ്ങ് കളയും. അങ്ങനെ ഗെയിം സ്റ്റാർട്ടാവും. നമ്മുടെ ഹീറോ അവിടെ കിടന്ന് ബഹളം വെച്ച് പറയുന്നുണ്ട് ആരും അനങ്ങരുത് എന്ന്. എന്നാൽ അവിടെയായിട്ട് ഒരു പെങ്കൊച്ചിൻ്റെ കഴുത്തിലായിട്ട് ഒരു ഈച്ച വന്നിരിക്കും. ഈ ഈച്ച വന്നിരിക്കുന്നതുകൊണ്ട് അവൾ അനങ്ങുന്നതും പെട്ടെന്ന് തന്നെ അവളുടെ തലയിലായിട്ട് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യും. ഇത് കാണുന്നേയും ആ തലമുടി കളർ ചെയ്തവനില്ലേ, അവൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും പേടിച്ച് ഓടാനായിട്ട് തുടങ്ങും. ഓടിയവരെ എല്ലാവരും ഷൂട്ട് ചെയ്യും. നമ്മുടെ ഹീറോ അവിടെ കിടന്ന് നന്നായിട്ട് പറയുന്നുണ്ട് ആരും അനങ്ങരുത്, നിങ്ങളെക്കാട്ടിയും വലിയ ആരെങ്കിലും ഒരാളുടെ മുമ്പിലായിട്ട് ഒളിച്ചു നിന്നാൽ മതി, അപ്പോൾ ആ പ്രതിമയ്ക്ക് അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അതേപോലെ തന്നെ ഈ ഗെയിമിന്റെ വേറൊരു റൂളെന്ന് വെച്ചാൽ അവിടെയായിട്ട് ഒരു ടൈമർ ഓടുന്നുണ്ട്. ആ ടൈമർ തീരുന്നതിന് മുന്നേ ആയിട്ട് ആ വര ക്രോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും നിങ്ങളെല്ലാവരും മരിച്ചു പോകും എന്ന്. അങ്ങനെ ഓരോരുത്തരായിട്ട് പെട്ടെന്ന് ആ ഗെയിം കംപ്ലീറ്റ് ആക്കാനായിട്ട് തുടങ്ങും. എന്നാൽ അവിടെയായിട്ട് കുറേ പേര് മരിച്ചും പോയിട്ടുണ്ട്. അവിടെ ആ മുടി കളർ ചെയ്തവൻ അവൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആ കുരിശിന്ന് ഒരു ഗുളിക പോലത്തെ സംഭവം എടുത്തങ്ങ് കഴിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവരെ എല്ലാവരും ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരെയാണ്. അതിനകത്ത് നമ്മളുടെ ആ മിന്നു ഉണ്ടായിരുന്നു. അതായത് അവൾ ഇവിടെ ഗെയിം കളിക്കാനല്ല വന്നത്, പകരം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവൾ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാൻ നേരത്ത് അതിനകത്ത് ആ കൊച്ചുകുഞ്ഞിൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു. ഇത് കാണുന്നതും അവൾ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അങ്ങനെ ഈ ഗെയിം എല്ലാവരും പാസ്സാവും. ഇവിടെയാണെങ്കിൽ ഒരാളുടെ കാലിന് പരിക്ക് പറ്റി കിടക്കുമായിരുന്നു, അയാൾ മരിച്ചിട്ടില്ല. ഇത് കാണുന്ന നമ്മുടെ നായകന് ഭയങ്കര സങ്കടം തോന്നിയിട്ട് അവൻ പെട്ടെന്ന് തന്നെ അയാളെ രക്ഷിക്കാനായിട്ട് അവിടോട്ട് ഓടും. ഇത് കണ്ടു നിൽക്കുന്ന നമ്മുടെ റോസ് ഉണ്ടല്ലോ, അവരും പെട്ടെന്ന് തന്നെ ഇയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരും. ടൈം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ അവരാ വര ക്രോസ് ചെയ്യും. എന്നാൽ ഇത് കാണുന്നത് നമ്മുടെ മിന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ അയാളുടെ തലയിലായിട്ട് ഷൂട്ട് ചെയ്ത് അയാളെ അങ്ങ് കൊല്ലും. അതായത് ഗെയിമിൽ നിന്ന് ഔട്ടായ മരിക്കണമെന്നല്ലേ, അത് എല്ലാവർക്കും ബാധകമാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന എല്ലാവരോടും ഇരുന്ന് സംസാരിക്കുന്ന അവിടെ നമ്മളുടെ ഹീറോയുടെ കൂട്ടുകാരൻ പറയും, ഈ എന്നോട് ക്ഷമിക്കണം, ഞാൻ നീ പറഞ്ഞതൊക്കെ കേൾക്കേണ്ടതായിരുന്നു എന്ന്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ആ റോസ് ഡ്രസ് ഇട്ട ആൾക്കാർ വരും. എന്നിട്ട് പറയും, നിങ്ങൾ ഇന്നത്തെ ഗെയിമിൽ ജയിച്ചത് ഇത്ര രൂപയാണ്, നിങ്ങൾക്ക് ഇനി ഗെയിം തുടരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെയായിട്ട് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടേക്ക് അമ്മയും മോനും അടക്കണമെന്ന് ബളം വയ്ക്കും. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി, ഞങ്ങൾക്ക് ജീവൻ മതി എന്നും പറഞ്ഞിട്ട്
അങ്ങനെ അവിടെയാണെങ്കിൽ വോട്ടിങ് സ്റ്റാർട്ടാവും. എല്ലാവരും വന്ന് നിൽക്കും. അതായത് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളൊരു ഓയും പ്രസ് ചെയ്യണം, അതല്ല കണ്ടിന്യൂ ചെയ്യേണ്ട എന്നുള്ളൊരു എക്സും പ്രസ് ചെയ്യണം. ഇതുവരെ കിട്ടിയ എമൗണ്ടും ആ ആൾക്കാരെ കാണിക്കും. ഇത് കാണുന്നതും എല്ലാവരുടെയും കണ്ണ് നല്ലതുപോലെ മഞ്ഞളിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമേ തന്നെ വോട്ട് ചെയ്യാൻ വരുന്നത് നമ്മുടെ ഹീറോയാണ്. അവൻ വന്നിട്ട് ആദ്യമേ തന്നെ ഇൻറ്റു മാർക്കാണ് കൊടുക്കുന്നത്. അങ്ങനെ ഓരോരുത്തരായിട്ട് വരും. എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനായിട്ട് ഓരോന്ന് പ്രസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇത് കാണുന്നത് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന്. അങ്ങനെ അവൻ വന്ന് എല്ലാവരും പറയും, നിങ്ങൾ എന്താ ഇങ്ങനെ കാണിക്കുന്നത്? ആൾക്കാരുടെ ജീവനാണ് ഇവിടെ പൊക്കോണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് എന്താ അതിലൊരു വിലയുമില്ലേ? ഇങ്ങനെ കാണിക്കുന്നത് എന്തുകൊണ്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കും. പെട്ടെന്ന് തന്നെ അവിടെ നിൽക്കുന്ന ഒരാൾ വന്നിട്ട് ചോദിക്കും, അല്ല നിനക്ക് എങ്ങനെ ഈ ഗെയിമിൻ്റെ റൂൾസ് ഒക്കെ അറിയാവുന്നത്? നീ അവരുടെ കൂട്ടത്തിൽ ഒരാളാണോ? അപ്പോൾ നമ്മുടെ നായിക പറയും, ഞാൻ ഓൾറെഡി ഇത് കളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്. അപ്പോൾ അവർ ചോദിക്കും, നീ അപ്പോൾ ജയിച്ച് കാണുമല്ലോ, നിനക്ക് അതിൻ്റെ പ്രൈസ് മണിയും കിട്ടിക്കാണും. അപ്പോൾ നീ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് അതിൻ്റെ പേരിലാണല്ലേ? ഇവിടെ നമ്മളുടെ നായകനെ നല്ലതുപോലെ ഇവരെല്ലാവരും തെറ്റിദ്ധരിക്കുക ചെയ്യുന്നത്. അവൻ പറയും, അങ്ങനെയല്ല, നിങ്ങളുടെ ആരുടെയും ജീവൻ പോവരുത് എന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത് എന്ന്. എങ്കിൽ ഇവൻ പറയുന്ന ആരും കേൾക്കത്തില്ല. പെട്ടെന്ന് തന്നെ അവിടെ മാസ്ക് ഇട്ട ആൾ വന്നിട്ട് ഇവൻ്റെ അടുത്ത് പറയും, നിങ്ങൾ ഇനി മിണ്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ കൊന്നുകളയും, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ചോയ്സ് ഉണ്ട് എന്ന്. അങ്ങനെ ഇവിടെ എല്ലാവരും വോട്ടിങ് സ്റ്റാർട്ട് ചെയ്യും. അതായത് അവസാനം വന്നിരിക്കുന്നത് ഈക്വൽ ആയിട്ടാണ്. 181. പെട്ടെന്ന് തന്നെ അവസാനമായിട്ട് അവിടെ 01 എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരും. നമ്മുടെ ഹീറോ നല്ല ടെൻഷനിലായിരുന്നു. അവൻ വന്നിട്ട് പ്രസ് ചെയ്യുന്നത് ഓയാണ്. അവൻ വേറെ ആരുമല്ല, ഇത്രയും നാളും അവിടെ പുറകിൽ നിന്നിരുന്ന ആ മാസ്ക് ഇട്ട ആളില്ലേ, അതായത് നമ്മുടെ സ്പൈയുടെ ചേട്ടൻ. അവൻ തന്നെയാണ് ഇവിടെ ഗെയിം കളിക്കാൻ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് എല്ലാവരും അവിടെ നിന്ന് സംസാരിക്കുന്നതാണ്. അവിടെ നമ്മളുടെ ഹീറോ ഇരിക്കാൻ നേരത്ത് അവിടെയായിട്ട് നമ്മുടെ ഈ മാസ്ക് ഇട്ട ആൾ വന്നിട്ട് ചോദിക്കും, അല്ല സർ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് നന്നായിട്ടറിയാം, നിങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്കും ജയിക്കാനുള്ളൊരു ആഗ്രഹമുണ്ട്, എനിക്കും ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവസാനം ഓ കൊടുത്തത് എന്ന്. അവിടെയായിട്ട് ഒരാൾ വന്നിട്ട് ചോദിക്കും, അല്ല നീ ഗെയിം കളിച്ചിട്ട് ജയിച്ചു എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ അടുത്ത ഗെയിം ഏതായിരിക്കും? അവിടെ നമ്മളുടെ ഹീറോ ആണെങ്കിൽ അടുത്ത ഗെയിം ഏതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഒരു രൂപം പൊട്ടിക്കാതെ എടുക്കുന്ന ഒരു ഗെയിം. അതിനകത്ത് അവർ ചോദിക്കും, ഏത് രൂപമാണ് അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്ന്. അവിടെ നമ്മുടെ ഹീറോ പറയും, ട്രയാങ്കിൾ ആണ് ചൂസ് ചെയ്യേണ്ടത് എന്ന്. ഏറ്റവും ടഫായിട്ടുള്ളത് അംബ്രല്ലയുമാണ്. ഇത് കേൾക്കുന്ന മാസ്ക് ഇട്ട ആൾ പറയും, അംബ്രല്ല എടുത്തവരെല്ലാവരും ചത്തുപോയി കാണുമല്ലേ എന്ന്. എന്നാൽ നമ്മുടെ ഹീറോ അവിടെ ചൂസ് ചെയ്തത് അംബ്രല്ല തന്നെയായിരുന്നു. അവിടെയായിട്ട് ഒരു കിളവൻ വരും. അയാൾ വന്നിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, ഇതിനെപ്പറ്റി വേറെ ആർക്കും പറയണ്ട, നമ്മളുടെ കൂട്ടത്തിൽ എത്ര പേര് മരിക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ പ്രൈസ് മണിയും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിത് എല്ലായിടത്തും പറഞ്ഞാൽ എല്ലാവരും ജയിക്കത്തില്ലേ, അതുകൊണ്ട് ആരുടെ മിണ്ടണ്ട എന്ന്. ഇവിടെയാണെങ്കിൽ അയാൾ ഭയങ്കര സെൽഫിഷായിട്ട് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് കണ്ണാടി വെച്ച് ഒരുത്തൻ അവൻ്റെ അമ്മേനെ തപ്പി പോകുന്നതാണ്. എന്നാൽ അവരെ അവിടെ എങ്ങും കാണത്തില്ല. അവരാണെങ്കിൽ മറ്റേ പ്രഗ്നന്റ് ലേഡിയുടെ അടുത്ത് ഇരിക്കുമായിരുന്നു. അവർ വന്നിട്ട് പറയും, മോളെ എനിക്ക് മനസ്സിലായി നീ പ്രഗ്നൻ്റ് ആണ് എന്ന്. ഞാൻ ഒരുപാട് പേരുടെ പ്രഗ്നൻസി എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും. അവിടെയായിട്ട് ഈ ചെറുക്കൻ വന്നിട്ട് അവൻ്റെ അമ്മേനെ വിളിച്ചിട്ട് അവരുടെ അടുത്ത് പറയും, അടുത്ത ഗെയിം ഏതാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഹീറോയും ആ മാസ്ക് ഇട്ടയാളും അതേപോലെ തന്നെ ഹീറോയുടെ ഫ്രണ്ട് ഇരിക്കാൻ നേരത്ത് അവിടെയായിട്ട് ടേ എന്ന് പറയുന്ന ഒരുത്തനോട് വന്ന് ജോയിൻ ചെയ്യുന്നതാണ്. അവനാണെങ്കിൽ പണ്ടത്തെ ആർമിക്കാരനായിരുന്നു. അവരെങ്ങനെ അതിനെ പറ്റിയൊക്കെ നല്ല കാര്യമായിട്ട് സംസാരിക്കും. പെട്ടെന്ന് തന്നെ അവിടെയുള്ള ആ യൂട്യൂബർ ചെറുക്കനില്ലേ, അവൻ്റെ അടുത്താണെങ്കിൽ ആ ഹെയർ കളർ ചെയ്തവൻ വന്ന് ഭയങ്കരമായിട്ട് അടി ഉണ്ടാക്കും. അവർ തമ്മിൽ ഭയങ്കര ഫൈറ്റ് തന്നെ നടക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആ മാസ്ക് ഇട്ട ആൾക്കാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് അയാൾ വന്നിട്ട് ഈ കളർ ചെയ്തവനില്ലേ അവൻ്റെ അടുത്ത് ഒന്നിട്ട് പറയും, നീ ഒന്ന് അടങ്ങിയിരിക്കോ, ഇവിടെ എല്ലാവരും ജീവൻ കളയാൻ വേണ്ടിയിട്ട് നിൽക്കുക എന്ന്. എന്നാൽ ഇവന്മാരാണെങ്കിൽ ഇയാളെ കളിയാക്കും. എന്നിട്ട് പറയും, നീ നിന്റെ വീട്ടിലിരിക്കുന്ന നിന്റെ മോൻ്റെ അടുത്ത് പോയി ഇത് പറഞ്ഞാൽ മതി എന്ന്. ഇത് കേൾക്കുന്ന അയാൾക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് അയാൾ ഇവന്മാർക്കിട്ട് നല്ലതുപോലെ അടി കൊടുക്കും. ഇത് കണ്ടു നിൽക്കുന്നവരെല്ലാം നമ്മുടെ മാസ്ക് ഇട്ട ആളിനെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ മിന്നിനെ കാണിക്കും. അവളാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അവളുടെ മൈൻഡിൽ ഫുള്ള് ആ കൊച്ചിൻ്റെ അച്ഛനായിരുന്നു. അവൾ ആലോചിക്കും, എങ്കിലും അയാളും ഇതിലും ജോയിൻ ചെയ്യുന്നത് എന്തിനായിരിക്കുമെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രാത്രി സമയമാണ്. എല്ലാവരും ഉറങ്ങാൻ കിടക്കുക. അവിടെയാണെങ്കിൽ എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ ആ പിക്കി ബാഗില്ലേ, അതാണെങ്കിൽ നല്ലതുപോലെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതായത് എല്ലാവർക്കും ആ പണം കണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അവിടെയായിട്ട് നമ്മളുടെ ഹീറോ ഉണർന്നിരിക്കുക. പെട്ടെന്ന് തന്നെ മാസ്ക് ഇട്ട ആളാണെങ്കിൽ ഇവൻ്റെ അടുത്തൊന്ന് സംസാരിക്കും. എന്നിട്ട് പറയും അവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ എങ്ങനെയായിരുന്നു എന്ന്. അവൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ ഒട്ടും സുഖമില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവളുടെ ലിവറിന് എന്തോ ഇഷ്യൂ ഉണ്ട്, അത് മാറ്റി വെക്കണമെന്ന് പറയും. അതേസമയം തന്നെയാണ് അവൾ പ്രഗ്നൻ്റ് ആണെന്നും അറിയുന്നത്. ഇവൻ്റെ കയ്യിൽ പണം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൻ ഏതോ ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കും. എന്നാൽ അത് പുറലോകം അറിയുന്നത് തന്നെ ഇയാൾ കൈക്കൂലി വാങ്ങിയെന്നാണ്. അതിൻ്റെ പേരിൽ അയാൾക്ക് അയാളുടെ ജോലിയും നഷ്ടപ്പെടും. അപ്പോൾ അയാൾ പറയും, എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഗെയിമിലോട്ട് വന്നത് എന്ന്. യഥാർത്ഥത്തിൽ ഇയാളുടെ വൈഫാണെങ്കിൽ ഓൾറെഡി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അയാൾ ഇവിടെ കള്ളവാ പറയുന്നത്. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ഹീറോയ്ക്കൊന്നും ഒരുമാതിരിയാവും. അവനാണെങ്കിൽ ഇയാളെ നല്ലതുപോലെ സമാധാനിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ
കുറച്ച് പിങ്ക് ഡ്രസ് ഇട്ട ആൾക്കാരെയാണ്. അവരാണെങ്കിൽ ഇപ്പം മരിച്ചുപോയ ആൾക്കാരുടെ ഓർഗൻസ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. അതായത് ഇവരുടെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ചാൽ നല്ലതുപോലെ മരിച്ചു പോകാത്ത ആൾക്കാരുടെ ഓർഗൻസ് എടുത്ത് മറിച്ച് വെക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെയാണെങ്കിൽ എല്ലാ ആൾക്കാരും ഓൺ ദ സ്പോട്ടിൽ തന്നെയാണ് മരിച്ചു പോയിരിക്കുന്നത്. അവിടെയായിട്ട് രണ്ടാൾക്കാർ വന്നിട്ട് പറയും, ഞാൻ ഒരാളുടെ തുടയിലായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അവന് മരിച്ചു പോയോ എന്ന്. എന്നാൽ നമ്മളുടെ മിന്നാണെങ്കിൽ അവനെ നല്ല സ്പെഷ്യലായിട്ട് ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞിട്ടില്ലായിരുന്നോ. അവരെല്ലാവരും ഭയങ്കര ടെൻഷനാവും. എന്നിട്ട് മുകളിലുള്ള ഒരാളിനെ ഇത് ഇൻഫോം ചെയ്യും. അയാളെ നമുക്ക് ഓഫീസർ എന്ന് വിളിക്കാം. ഇയാളാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മിന്നിനെ കാണണമെന്ന് പറഞ്ഞിട്ട് അവളെ ഓഫീസിലോട്ട് വിളിപ്പിക്കും. എന്നിട്ട് അവളുടെ അടുത്ത് പറയും, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ എല്ലാവരെയും കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല, ചിലവരെയൊക്കെ നിനക്ക് സ്പെയർ ചെയ്യാമെന്ന്. എന്നാൽ നമ്മളുടെ പെണ്ണ് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമേ എൻ്റെ അടുത്ത് പറഞ്ഞ റൂള് വേറെ ആയിരുന്നില്ലേ, ആരാണോ തോക്കുന്നത് അവരെ അപ്പോഴും തന്നെ കൊന്നു കളയാം. എപ്പോഴും ഇങ്ങനെ റൂള് മാറ്റി പറഞ്ഞാൽ എനിക്കത് അനുസരിക്കാനൊന്നും പറ്റത്തില്ല. എന്നോട് ആദ്യമേ പറഞ്ഞത് മാത്രമേ ഞാൻ കേൾക്കത്തുള്ളൂ എന്നൊക്കെ നമ്മളുടെ മിന്ന് ഭയങ്കര റൂഡായിട്ട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും. ഈ ഓഫീസറാണെങ്കിൽ നമ്മളുടെ മാസ്ക് ഇട്ട ആൾ അറിയാണ്ടാണ് ഇങ്ങനൊരു സംഭവം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ചായ ആണെങ്കിൽ ആ ബോട്ട് ഓടിക്കുന്ന ആളില്ലേ, അയാളുടെ അടുത്ത് സംഭവങ്ങളെല്ലാം പറയുന്നതാണ്. ഇത് കേൾക്കുന്ന അയാൾ ഭയങ്കരമായിട്ട് ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഹീറോയും എല്ലാവരോടും ചേർന്നിട്ട് ആ ട്രയാങ്കിൾ ഷേപ്പിന്റെ മുമ്പിലായിട്ട് അടുത്ത ഗെയിം കളിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നതാണ്. അങ്ങനെ ട്രയാങ്കിൾ വാങ്ങി നോക്കുമ്പോൾ എന്തുവാ, അതാണെങ്കിൽ ഒരുമാതിരി ചിന്നിച്ചിതറിയിരിക്കുന്ന ട്രയാങ്കിൾ ആയിരുന്നു. ഇത് കാണുന്ന ഹീറോ ഭയങ്കരമായിട്ടും പേടിച്ചു. അത് കണ്ടിരിക്കുന്ന എല്ലാവരും ഇവനെ വഴക്ക് പറയാൻ തുടങ്ങും. നമ്മുടെ ഹീറോ പേടിച്ചു പോയിട്ട് പെട്ടെന്ന് തന്നെ കണ്ണുറക്കുമ്പോൾ അതൊരു സ്വപ്നമായിരുന്നു. അവനൊന്ന് ആശ്വസിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ആ യൂട്യൂബർ ചെറുക്കനില്ലേ, അവനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ ആ ഗേൾ ഫ്രണ്ട് വരുന്നേ. ഇവളെ കാണുന്നത് അവൻ ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോൾ. അവൻ ചോദിക്കും, നീ ഇവിടെ എന്തെടുക്കുക എന്ന്. അപ്പോൾ അവൾ പറയും, അപ്പോൾ ഇത്രയും നേരമായിട്ട് നീ എന്നെ മൈൻഡ് പോലും ആക്കിയിട്ടില്ല. അവൻ പറയും, ഞാൻ നിന്നെ കണ്ടിട്ടില്ലായിരുന്നു എന്ന്. അവരങ്ങനെ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കും. ഇവക്ക് അവൻ്റെ അടുത്ത് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു അവൻ അവളുടെ കോളൊന്നും എടുക്കാത്തതിൽ. അവിടെ നമ്മുടെ ആ മുടി കളർ ചെയ്തവനില്ല, അവനവൻ്റെ ആ കുരിശിന്ന് വീണ്ടും ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിക്കും. സത്യത്തിൽ ഈ ഗെയിമിൽ തന്നെ ഭയങ്കര വൈബായിട്ടുള്ള ഒരാൾ ഇവൻ തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവരെല്ലാവരോടും അടുത്ത ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവിടെയാണെങ്കിൽ ഷേപ്പിനൊക്കെ പകരമായിട്ട് 2 വട്ടമാണ് വരച്ചിട്ടേക്കുന്നത്. ഇത് കാണുന്നതും എല്ലാവരും നമ്മുടെ ഹീറോ എടുത്ത് വന്നിട്ട് ചോദിക്കും, ഇതെന്തുവാ, നീ പറഞ്ഞ ഗെയിം അല്ലല്ലോ ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന്. ഇത് കാണുന്നത് നമ്മുടെ ഹീറോയും നല്ലതുപോലെ ഷോക്കായിരുന്നു. എല്ലാവരും വന്ന് നമ്മുടെ ഹീറോയിനെ വഴക്ക് പറയാൻ തുടങ്ങും. അവൻ പറയുന്നത് ആരും തന്നെ വിശ്വസിക്കാൻ റെഡി ആവത്തില്ല. അവിടെയായിട്ട് അങ്ങനെ ഗെയിമിന്റെ റൂൾസ് ഒക്കെ പറയും. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും 5 ടീമാവണം. 5 പേരും കൂടി ചേർന്നിട്ട് ഓരോരോ ഗെയിമുണ്ട്. ഓരോരുത്തരും ഏത് ഗെയിമാണ് കളിക്കുന്നതെന്ന് ചൂസ് ചെയ്യണം. ആ ഗെയിമിനെ മാറ്റാനൊന്നും പറ്റത്തില്ല. അവിടെയായിട്ട് 5 ഗെയിമിന്റെ പേരും പറയും. ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവൈറ്റർ ആദ്യമേ കളിപ്പിക്കുന്ന ഗെയിം, അതായത് 2 ബോക്സ് കണക്കത്തെ സംഭവം കാണും. അത് വെച്ച് ഒരെണ്ണം അടിച്ച് മറ്റേതിനെ കമത്തിയിടണം. അതാണ് സംഭവം. രണ്ടാമത്തെ ഗെയിം എന്ന് വെച്ചാൽ ഒരു കല്ല് അവിടെ ഇരിക്കും, അതിനെ വേറൊരു കല്ല് വെച്ച് എറിഞ്ഞ് അതിനെ അങ്ങ് തെറിപ്പിച്ച് കളയണം. മൂന്നാമത്തത് നമ്മളെല്ലാം സാധാരണ കളിക്കുന്ന കല്ല് കളിയില്ലേ, അതേപോലത്തെ ഒരു ഗെയിം. നാലാമത്തതെന്ന് പറഞ്ഞാൽ പമ്പരം കറക്കി എറിയുന്ന ഗെയിം. അഞ്ചാമത്തതെന്ന് പറയുന്നത് ഒരു ബോൾ പോലത്തെ ഒരു സംഭവം കാണും. അത് വെച്ച് 5 തവണ കാലിൽ ഒറ്റയടിക്ക് തന്നെ അടിച്ചടിച്ച് തെറിപ്പിക്കണം. ഇത് കേൾക്കുന്നതും എല്ലാവരും അവരവരുടെ പേരിനെ അന്വേഷിച്ചിറങ്ങും. ആദ്യമേ നമ്മുടെ കളർ ചെയ്തവനാണെങ്കിൽ അവൻ്റെ പേരിനെ അന്വേഷിച്ചിറങ്ങും. അവൻ്റെ ടീമിൽ 3 പേരുണ്ട്, 2 പേരെയും കൂടി മതി. അങ്ങനെ അവൻ ഒരു പെണ്ണിനെയും ഒരു ചെറുക്കനെയും അവൻ്റെ ടീമിൽ മെമ്പറാക്കും. നമ്മുടെ ഹീറോയുടെ ടീമിൽ ഓൾറെഡി 4 പേരില്ലേ, അവർക്കിനി ഒരാളെ കൂടി മതിയായിരുന്നു. അങ്ങനെ നമ്മുടെ ആ ടേ ആണെങ്കിൽ ഒരാളെ കണ്ടുപിടിച്ചുകൊണ്ട് വരാൻ നേരത്ത് പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ പ്രഗ്നന്റ് ലേഡിയില്ലേ, അവൾ വന്നിട്ട് എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ മെമ്പർ ആക്കുമോ എന്ന് ചോദിക്കും. അങ്ങനെ അവളും കൂടി ചേർന്ന് ഇവർ 5 പേര് ഒരു ഗ്രൂപ്പാവും. അതേപോലെ തന്നെ നമ്മുടെ ആ വയസ്സായ അമ്മൂമ്മയും മോനും ഇല്ലേ, ആ അമ്മൂമ്മനെ ആരും ടീമിലെടുക്കാൻ റെഡി ആയിരുന്നില്ല. അങ്ങനെ ഇവരിങ്ങനെ നടക്കാൻ നേരത്ത് അവിടെയായിട്ട് നമ്മുടെ റോസും അതേപോലെ തന്നെ ഒരു ഇന്നസെന്റ് പെങ്കുച്ചിനെയും കാണും. അങ്ങനെ ഇവർ 4 പേരും ടീമാവും. ഒരാളെ കൂടി വേണം. അവരുടെ കൂട്ടത്തിലായിട്ട് തന്നെ ഒരു മന്ത്രവാദിനി ഉണ്ടായിരുന്നു. അവരെയും കൂടി ഇവരുടെ ടീമിലായിട്ട് അങ്ങ് ജോയിൻ ചെയ്യിപ്പിക്കും. പിന്നീട് കാണിക്കുന്ന എല്ലാവരും ഈ ഗെയിമിനെ പറ്റി നല്ലതുപോലെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓരോരുത്തരും ഓരോരോ ഗെയിം ചൂസ് ചെയ്യും. അവിടെയാണെങ്കിൽ ഒരു ടൈമും കൊടുത്തിട്ടുണ്ട്. ആ ടൈമിനുള്ളിൽ തന്നെ ഇവർ ഈ ഗെയിം എല്ലാം കംപ്ലീറ്റ് ആക്കിയേ പറ്റത്തുള്ളൂ. നമ്മളുടെ ഹീറോയുടെ ടീമിലാണെങ്കിൽ ആ ഹീറോയുടെ കൂട്ടുകാരൻ പറയും, എന്തായാലും നമ്മുടെ കൂട്ടത്തിൽ ഒരു പെങ്കൊച്ചുണ്ടല്ലോ, അവൾക്ക് എന്തായിരുന്നാലും കല്ലുകളി കളിക്കാൻ അറിയായിരിക്കുമെന്ന്. എന്നാൽ അവൾ ആ പേര് തന്നെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അവിടെയായിട്ട് നമ്മുടെ ടേ പറയും, ഞാനത് ഗെയിം കളിച്ചോളാം എന്ന്. അവനാണെങ്കിൽ കുറേ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, അവനതുകൊണ്ട് ആ ഗെയിം നന്നായിട്ട് കളിക്കാൻ അറിയാമെന്നൊക്കെ പറയും. അങ്ങനെ അവിടെ ഗെയിം സ്റ്റാർട്ടാവും. അവിടെയാണെങ്കിൽ ഒരു ടീം നല്ലതുപോലെ ഗെയിം കളിക്കുകയാണ്. അവരങ്ങനെ ഫസ്റ്റ് ഗെയിം നല്ലതുപോലെ സക്സസ് ആക്കി രണ്ടാമത്തെ ഗെയിമിൽ വരും. എന്നാൽ അവിടെ ആ കല്ലാണെങ്കിൽ എറിഞ്ഞിട്ട് തെറിപ്പിക്കുന്ന സംഭവം ഒട്ടും പറ്റത്തില്ല. അവരങ്ങനെ ഒരുപാട് ട്രൈ ചെയ്യും. എന്നാൽ അവരുടെ ഓപ്പോസിറ്റുള്ള ടീമാണെങ്കിൽ എല്ലാം ഫാസ്റ്റായിട്ടാണ് മൂവായി പൊക്കോണ്ടിരിക്കുന്നത്. അവസാനം ഇവർ എറിഞ്ഞെറിഞ്ഞ് എങ്ങനെയെങ്കിലും ആ കല്ല് തെറിപ്പിക്കും. എന്നാൽ അപ്പോഴത്തേക്കും ടൈം ഔട്ട് ആയിരുന്നു. അതേപോലെ തന്നെ അവരുടെ ആ രണ്ടാമത്തെ ടീമിലെ അവരുടെയും ടൈം ഔട്ടായി. അങ്ങനെ എല്ലാവരെയും ഇവർ വന്നിട്ട് ഷൂട്ട് ചെയ്തങ്ങ് കൊല്ലും. ഇവിടെ ഇത് കാണുന്നതും എല്ലാവരും ഭയങ്കരമായിട്ടും പേടിച്ചു പോയിട്ട്
പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും കോൺഫിഡൻസും പോവും. പെട്ടെന്ന് തന്നെ നമ്മുടെ ആ പിങ്ക് ഡ്രസ് ഇട്ട ആൾക്കാരാണെങ്കിൽ വന്നിട്ട് ഇവരുടെ ബോഡിയൊക്കെ എടുത്തുകൊണ്ട് പോകാൻ ഒരുങ്ങും. അവിടെയായിട്ട് മരിച്ചിട്ടില്ലാത്ത ഒരു ബോഡീനെ ആണെങ്കിൽ ആ ഓർഗൻസ് എടുക്കുന്ന ആൾക്കാരില്ലേ, അവരാണെങ്കിൽ ഒരു പെട്ടിയിലായിട്ട് ആക്കിയിട്ട് അതിൻ്റെ അകത്ത് ഒരു പ്ലസ് ഐക്കണും വരച്ചു വെക്കും. എന്നാൽ ഇത് നമ്മളുടെ മിന്നു കണ്ടിട്ടുണ്ടായിരുന്നു. അവൾ വന്ന് ആ പെട്ടി തുറന്ന് അയാളുടെ തലക്കിട്ട് നല്ലതുപോലെ ഷൂട്ട് ചെയ്ത് അയാളെ എങ്ങോ കൊന്നു കളയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ടീമാണെങ്കിൽ ഗെയിം കളിക്കാനായിട്ട് വന്ന് നിൽക്കുന്നത് അത് വേറെ ആരുമല്ല, നമ്മളുടെ ആ മുത്തശ്ശിയും അതേപോലത്തെ റോസും എല്ലാവരും ഉള്ള ആ ഒരു ടീമായിരുന്നു. ഇവർ നല്ല ടെൻഷനിലാണ്. ഈ ഗെയിമിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള 2 ഗെയിമുണ്ട്. ഒന്ന് ആ പമ്പരം കറക്കുന്നതും അതേപോലെ തന്നെ കല്ലെറിഞ്ഞ് മറ്റേ കല്ലിനെ വീഴ്ത്തുന്നതും. ഇവിടെയൊന്നും നമുക്ക് രണ്ടാമതൊരു സംഭവം കിട്ടത്തില്ല. എവിടെയാണോ നിങ്ങൾ എടുത്തെറിഞ്ഞത് അവിടെ പോയി തന്നെ ആ സംഭവം എടുത്തിട്ട് വരണം. അങ്ങനെയും ഒരുപാട് ടൈം കൺസ്യൂമെന്റ് നടക്കുന്നുണ്ട്. ഇതെല്ലാം ആലോചിച്ച് എല്ലാവരും ഭയങ്കര ടെൻഷനിലായിരുന്നു. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC. പിന്നീട് കാണിക്കുന്നത് തന്നെ നമ്മളുടെ ആ മുത്തശ്ശിയുടെ ടീമില്ലേ, അവർ ഗെയിം കളിക്കുന്നതാണ്. അവർ ആദ്യത്തെ 2 ഗെയിം നല്ല സൂപ്പറായിട്ട് ഗെയിം കളിച്ച് വരും. എന്നാൽ 3ാമത്തെ ഗെയിം ആയിട്ടുള്ള ആ കല്ല് പറക്കുന്ന സംഭവമില്ലേ, അത് നമ്മളുടെ മുത്തശ്ശിയാണ് ഗെയിം കളിക്കാൻ പോകുന്നത്. അവരാണെങ്കിൽ അത് ഭയങ്കര വിറച്ച് നിൽക്കുന്നതും അവരുടെ മോൻ പറയും, അച്ഛൻ്റെ കൂടെ കറങ്ങി നടന്നിരുന്ന ആ പെണ്ണുപിള്ളയുടെ കഴുത്തിന് പിടിക്കുന്ന ഓർമ്മയിൽ അമ്മ അത് ചെയ്താൽ മതിയെന്ന്. ഇത് കേൾക്കുന്നതും ആ മുത്തശ്ശിയാണെങ്കിൽ നല്ല കാര്യമായിട്ട് തന്നെ ആ ഗെയിം കളിക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്തത് ആ പമ്പരം കറക്കുന്നതായിരുന്നു. അത് ചെയ്യുന്നത് തന്നെ നമ്മളുടെ ആ ക്ഷേമനാണ്. അവർക്കാണെങ്കിൽ അത് നന്നായിട്ട് പറ്റത്തില്ല. അവർ പറയും ദൈവം എന്നെ കൈ വിട്ടു എന്ന് പറഞ്ഞിട്ട് അവരവിടെ എല്ലാം ഗീവപ്പ് ചെയ്ത് നിൽക്കും. എന്നാൽ ഇത് കാണുന്ന റോസ് വെറുതെ വിടുമോ? അവളാണെങ്കിൽ ഇവരുടെ ചൂക്കുറ്റി നോക്കി ഒരു അടി വെച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഇപ്പം ഈ ഗെയിം കളിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ആദ്യമേ കൊല്ലുമെന്നും പറഞ്ഞ് വരട്ടും. അവസാനം അവരും അത് കറക്റ്റായിട്ട് ചെയ്യും. ലാസ്റ്റത്തെ ഗെയിം എന്ന് പറയുന്നത് ഒരു ബോൾ പോലത്തെ സംഭവം 5 തവണ കാല് വെച്ച് തട്ടുന്നതല്ലേ, അത് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ റോസാണ്. അവൾ പറയും എല്ലാവരും ഒന്ന് തിരിഞ്ഞു നിൽക്കണം, ഞാൻ ഈ ഗെയിം കളിക്കാം എന്ന്. അവൾ അങ്ങനെ അത് നല്ലതുപോലെ കംപ്ലീറ്റ് ആകും. അങ്ങനെ അവര് ജീവനോടെ രക്ഷപ്പെടും. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. അങ്ങനെ കുറേ പേര് ഈ ഗെയിമൊക്കെ കളിക്കും. കുറേ ആൾക്കാർ മരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ അവസാനം 2 ടീമാണ് വന്നിരിക്കുന്നത്. ഒന്നെന്ന് വെച്ചാൽ നമ്മളുടെ ഹീറോയുടെ ടീമും മറ്റേത് വേറൊരു ടീമും ആയിരുന്നു. ഇവിടെയായിട്ട് അവർ നല്ലതുപോലെ ഗെയിമൊക്കെ കളിക്കും. ആദ്യത്തെ 3 പക്കയായിട്ട് ജയിച്ചു വരും. എന്നാൽ 4ാമത്തെ ഗെയിം എന്ന് പറഞ്ഞാൽ പമ്പരം കറക്കുന്നതല്ലേ, അത് നമ്മളുടെ മാസ്ക് ഇട്ട മാനായിരുന്നു കളിക്കുന്നത്. അയാളാണെങ്കിൽ എല്ലാ തവണയും കുഴപ്പിക്കും. അവസാനം കുറേ തവണ ട്രൈ ചെയ്തിട്ട് അവരത് ജയിക്കും. എന്നാൽ 5ാമത്തെ ഗെയിം എന്ന് പറഞ്ഞാൽ ആ ബോൾ പോലത്തെ സംഭവം തട്ടുന്നതാ. നമ്മുടെ ഹീറോ നല്ല പൊളിയായിട്ടൊക്കെ തട്ടുമെങ്കിലും 5ാമത്തെ തട്ടുന്നത് തെറിച്ചങ്ങ് പോവും. എന്നാൽ ഇവരെല്ലാവരോടും വിചാരിച്ചിട്ട് അവരെങ്ങനെയെങ്കിലും അതും ജയിക്കും. ഇവിടെയായിട്ട് ഓപ്പോസിറ്റുള്ള ടീമില്ലേ, അവർ കറക്റ്റ് സമയത്ത് ഗെയിം ഫിനിഷ് ചെയ്യാത്തതുകൊണ്ട് അവരെ ആ സെക്കൻഡിൽ തന്നെ കൊന്നു കളയും. ഇവരെല്ലാവരും ഗെയിമൊക്കെ കഴിഞ്ഞ് ആ റൂമിലോട്ട് വരുന്നതും ഇവരെ കാണുന്ന ആർക്കും സന്തോഷവും ഇല്ല. ഇവരുടെ എല്ലാവരും വിചാരം എത്രയും പേര് മരിക്കുന്നോ അത്രയും ക്യാഷ് കിട്ടത്തില്ലേ എന്നാ. എന്നാൽ മുത്തശ്ശിയാണെങ്കിൽ നമ്മുടെ ആ പ്രഗ്നന്റ് ലേഡിനെ കാണുന്നതും പറയും നീ സൂപ്പറായിട്ട് ഗെയിം കളിച്ചു മോളെ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ആ മാസ്ക് ഇട്ട ആൾക്കാരെയാണ്. അവരെല്ലാവരും ഇപ്പോൾ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവരുടെ റൂമിലായിട്ട് പോവുകയാണ്. അവിടെയായിട്ട് നമ്മുടെ മിന്നില്ലേ, അവളുടെ റൂമിലായിട്ട് 2 അവന്മാർ വന്ന് അവളെ നല്ലതുപോലെ ടോർച്ചർ ചെയ്യും. അവളെ നല്ലതുപോലെ വരട്ടുകയും ചെയ്യും. നീ ഞങ്ങളുടെ കാര്യത്തിൽ തലയിടരുത് എന്ന് പറഞ്ഞിട്ട്. സത്യത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവിടെ CCTVയിലായിട്ട് ഒരുത്തരുന്ന് അതൊക്കെ എഡിറ്റ് ചെയ്യുന്നുണ്ട്, ഇതാരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അവിടെയായിട്ട് നമ്മളുടെ ടേയില്ലേ, എല്ലാവരുടെയും അവരവരുടെ പേരൊക്കെ ചോദിക്കുന്നതാണ്. അങ്ങനെ എല്ലാവരും പേരൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ആവും. അതേസമയം തന്നെ അവിടെയായിട്ട് മാസ്ക് കിട്ടിയ ആൾക്കാരും വരും. അവിടെയായിട്ട് ഇവരാണെങ്കിൽ ഇന്നത്തെ ദിവസം എത്ര രൂപയാണ് കിട്ടിയത്, ഓരോരുത്തർക്കും എത്ര രൂപ വെച്ചിട്ട് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മളുടെ ആ മുത്തശ്ശിയില്ലേ, അവർക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അവർ പറയും നമുക്ക് എല്ലാവർക്കും ഇനി പുറത്തു പോകാലോ, പുറത്തു പോയി കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ വീട്ടിൽ വരണോ എന്ന്. ഇത് കേൾക്കുന്നത് നമ്മളുടെ റോസും ആ ഇന്നസെൻ്റ് ആയിട്ടുള്ള പെണ്ണില്ലേ, ഇവരെല്ലാം സമ്മതിച്ചു കൊടുക്കും. എന്നാൽ വോട്ടിങ്ങിൻ്റെ സെക്ഷൻ വരുന്നതും ആദ്യമേ തന്നെ വോട്ട് ചെയ്യുന്നത് നമ്മളുടെ മാസ്ക് കിട്ടിയ ആളാണ്. അവനാണെങ്കിൽ ആദ്യമേ തന്നെ എക്സ് ആണ് കൊടുക്കുന്നത്, അതായത് അവൻ ഈ ഗെയിമിൽ നിന്ന് പുറത്തു പോകണം എന്നും പറഞ്ഞിട്ട്. രണ്ടാമത് വരുന്നത് നമ്മളുടെ ആ മുത്തശ്ശിയുടെ മോനായിരുന്നു. അവൻ വന്നിട്ട് ഗെയിമിൽ തന്നെ തുടരണം എന്ന് കൊടുക്കും. ഇത് കാണുന്ന ആ മുത്തശ്ശി അങ്ങ് ഭയങ്കരമായിട്ടും തകർന്നു പോകും. നമ്മളുടെ റോസും വന്നിട്ട് തുടരണം എന്നാ കൊടുക്കുന്നത്. അത് കാണുന്നതും ആ ഇന്നസെന്റ് ഗേളും ഭയങ്കരമായിട്ട് അങ്ങ് ഷോക്കായി പോയായിരുന്നു. ഇതിലിപ്പോൾ ഉള്ള ഭൂരിഭാഗം ആൾക്കാരും ഈ ഗെയിമിൽ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് കാണുന്നതും എല്ലാവരും ഭയങ്കരമായിട്ട് ഞെട്ടും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ആ മാസ്ക് കിട്ടിയ ആൾ വന്നിട്ട് ചോദിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും പണം തന്നെയാണോ വലുത് എന്ന്.
ജീവന് മുഖ്യമില്ലേ. അപ്പോൾ ആ വയസ്സായിട്ടുള്ള ഒരു അപ്പൂപ്പനുണ്ടല്ലോ, അങ്ങേര് വന്നിട്ട് പറയും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്യാഷ് മതിയായിരിക്കും, എന്നാൽ ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഒന്നും ആവത്തില്ല, ഞങ്ങൾക്ക് ഈ നരകം തന്നെയാണ് ഏറ്റവും ബെറ്റർ, പുറത്തു പോയി നരകിക്കുന്നതിനെ കാട്ടിയെന്നും പറഞ്ഞിട്ട് അവരെല്ലാവരും ഈ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. അങ്ങനെ ലാസ്റ്റ് വോട്ടിങ് കഴിയും. എല്ലാവരും ഇവിടെ ഭൂരിപക്ഷം കൊടുത്തിരിക്കുന്നത് ഈ ഗെയിം തുടരണം എന്നാണ്. അങ്ങനെ ഈ ഗെയിം തുടരാൻ വേണ്ടിയിട്ട് തന്നെ തീരുമാനിക്കും. ഇവിടെ നമ്മളുടെ മുത്തശ്ശിക്കൊക്കെ ഭയങ്കര സങ്കടമാവും. അവരാണെങ്കിൽ അവരുടെ മോൻ്റെ അടുത്ത് ചോദിക്കും, എന്നാലും നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല എന്ന്. അപ്പോൾ അവൻ പറയുന്നത് തന്നെ അടുത്തൊരു ഗെയിം കളിച്ച് ജയിച്ചു കഴിഞ്ഞിട്ട് നമുക്കിതിൽ നിന്ന് ക്വിറ്റാവാം എന്നാണ്. അപ്പോൾ അമ്മ ചോദിക്കും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് പ്രശ്നമില്ലായിരിക്കും, പക്ഷേ അടുത്ത ഗെയിമിൽ നീ മരിച്ചു കഴിഞ്ഞാൽ എനിക്കൊരിക്കലും ജീവിക്കാൻ കൂടി പറ്റത്തില്ല. അവരവിടെ ഭയങ്കര ഇമോഷണൽ ആവും. അതേപോലെ തന്നെ നമ്മുടെ നായകനില്ലേ, അവന്റെ ബെസ്റ്റ് ഫ്രണ്ടും ഇവിടെ ഗെയിം തുടരണം എന്നാ കൊടുത്തേക്കുന്നത്. അവരുടെ ടീമിലുള്ള ബാക്കി എല്ലാവരും ഗെയിം തുടരണ്ട എന്ന് കൊടുത്തപ്പോൾ അവൻ മാത്രമാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ മാറിയിരിക്കുകയാണ്. എന്നാൽ നമ്മളുടെ ടേ ഇവനെ പിടിച്ചുകൊണ്ട് വന്ന് എല്ലാവരുടെയും കൂട്ടത്തിലിരിക്കും. എല്ലാവരും അവനെ സമാധാനിപ്പിക്കും. നീ മാത്രമല്ലല്ലോ അങ്ങനെ ചെയ്തത്, ഭൂരിഭാഗം അങ്ങനെ ആയിരുന്നില്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവരെല്ലാവരുടെ ഫുഡ് കഴിക്കാതിരിക്കാൻ നേരത്ത് നമ്മുടെ മാസ്ക് ഇട്ട ആളില്ലേ, അയാൾ നമ്മുടെ പ്രഗ്നന്റ് ലേഡിക്ക് അയാളുടെ കൈ ഇരുന്ന് ആ മിൽക്ക് എടുത്ത് കൊടുക്കുന്നതാണ്. എന്താന്ന് വെച്ചാൽ അയാളുടെ വൈഫും പ്രഗ്നന്റ് ആയിട്ട് മരിച്ചു പോയില്ലായിരുന്നോ, അതിന്റെ പേരിൽ. അതേപോലെ തന്നെ നമ്മുടെ മുത്തശ്ശിയും ടീമൊക്കെ ഇരുന്ന് സംസാരിക്കുക. റോസ് ഇപ്പോൾ ആ കൊടുത്തതിന്റെ പേരിൽ എല്ലാവരും അവളുടെ അടുത്തും ദേഷ്യത്തിലായിരുന്നു. അപ്പോൾ അവള് പറയും, നിങ്ങൾ വിചാരിക്കുന്ന പോലെ എൻ്റെ ജീവിതം അത്ര നിസ്സാരമല്ല, എന്നെ എല്ലാവരും വേറെ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഞാൻ ആണായിട്ടിരുന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു, ഇപ്പം ആർക്കും എന്നെ ഇഷ്ടമല്ല എന്നൊക്കെ. ഇതൊക്കെ കേൾക്കുന്നത് മുത്തശ്ശി പറയും, കുഴപ്പമില്ല, നീ മാത്രമല്ലല്ലോ ഇവിടെ കൊടുത്തത്, എന്തൊക്കെയായിരുന്നാലും നിന്നെ കാണാൻ സുന്ദരി തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് അവളെ എൻകറേജ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂമിലായിട്ട് പാട്ടുകാരനും അതേപോലെ തന്നെ ആ യൂട്യൂബറില്ലേ, ഇവർ നിൽക്കാൻ നേരത്ത് രണ്ടെണ്ണം തമ്മിൽ അടി കൂടാനായിട്ട് വരുന്നതാ. ഇവിടെ നമ്മളുടെ യൂട്യൂബർ ആണെങ്കിൽ ഇപ്പം എക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ പേരിൽ ഇവർ അടി കൂടുന്നതും കറക്റ്റായിട്ട് നമ്മളുടെ ഹീറോയുടെ ആൾക്കാർ വരും. ഇതിനകത്ത് ആ മാസ്ക് ഇട്ട് അവനെ കാണുന്നതും നമ്മളുടെ ആ പാട്ടുകാരൻ അങ്ങ് ഭയങ്കരമായിട്ടും പേടിച്ചു പോയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവൻ വീണ്ടും അവനെ അടിക്കാൻ വന്നാലോ എന്ന് ആലോചിച്ചിട്ട്. അതുകൊണ്ട് തന്നെ അവൻ മിണ്ടാതെ അവിടെ നിന്നങ്ങ് പോവും. പിന്നീട് നൈറ്റ് ടൈം ആവുന്നതും നമ്മളുടെ ഹീറോ എല്ലാവരും പറയും, നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കണം, ഇവിടെയുള്ള ആൾക്കാർ പണത്തിൻ്റെ കൂടെയുള്ള ആർത്തി കാരണം മനുഷ്യരെ തന്നെ കൊല്ലാൻ മടിക്കത്തില്ല, അതുകൊണ്ട് നിങ്ങൾ സേഫായിട്ട് തന്നെ കിടന്നുറങ്ങണം എന്നൊക്കെ പറയും. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മുടെ ആ മുത്തശ്ശിയില്ലേ, അവർക്ക് നല്ലതുപോലെ ബാത്റൂമിൽ പോകാൻ തോന്നും. അതേസമയം തന്നെ നമ്മുടെ ആ പ്രഗ്നന്റ് ലേഡിയില്ലേ, അവർക്കും വാഷ്റൂമിൽ പോകണം. അവർ വന്ന് അവിടെ നിൽക്കുന്ന ഗാർഡ്സിൻ്റെ അടുത്ത് പറയുമ്പോൾ അവർ പറയും പറ്റത്തില്ല എന്ന്. എന്നാൽ നമ്മുടെ മുത്തശ്ശി അവിടെ കിടന്ന് ബഹളം വയ്ക്കും, നിങ്ങൾക്കും അമ്മമാരുള്ളതല്ലേ, നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്, ഞങ്ങൾക്ക് പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നതും അവിടെയായിട്ട് നമ്മളെ റോസും വരും. അങ്ങനെ ഇവർ മൂന്നുപേരും വാഷ്റൂമിലായിട്ട് പോവും. അതേസമയം തന്നെ നമ്മുടെ ഹീറോയുടെ അടുത്തിരുന്നിട്ട് അവൻ്റെ ഫ്രണ്ട് സംസാരിക്കും. അവൻ ചോദിക്കും, നിനക്ക് ഈ കിട്ടിയ പണമെല്ലാം നീ എന്തോ ചെയ്തു, നീ അതെല്ലാം തീർത്തിട്ടാണോ വീണ്ടും ഈ ഗെയിമിലോട്ട് വന്നത് എന്ന്. അപ്പോൾ നമ്മളുടെ ഹീറോ പറയും, നിന്റെ ഏറ്റവും അടുത്ത ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് എങ്ങനെ ആ പണം യൂസ് ചെയ്യാൻ തോന്നും, എന്നെ കൊണ്ടൊരിക്കലും പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ പറയും, നീ വിഷമിക്കേണ്ട, അടുത്ത ഗെയിമിൽ നമ്മൾ എന്തായിരുന്നാലും ജീവനോടെ പുറത്തു പോകുമോ എന്ന്. അങ്ങനെ അവർ ഓരോന്നൊക്കെ ഇരുന്ന് സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന വാഷ്റൂമിൽ പോയ നമ്മളെ മുത്തശ്ശീനെയാണ്. ആ പ്രഗ്നന്റ് ലേഡി ഇതുവരെയും ആ വാഷ്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അങ്ങനെ അവർ നോക്കുമ്പോൾ എന്തോ അവൾ വാഷ്റൂമിൽ ഇരുന്ന് കരയുവാണ്. അവൾക്കിപ്പോൾ നല്ല പേടിയുണ്ട്, അവൾക്ക് അതേപോലെ തന്നെ വയറും വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ ആ മുത്തശ്ശി അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കും, മോളെ ഇങ്ങനെയൊക്കെ തന്നെയാണ്, നീ വിഷമിക്കേണ്ട, ഞങ്ങളൊക്കെ കൂടെ ഇല്ലേ എന്നും പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ആ സ്പൈയും അതേപോലെ തന്നെ ചായയില്ലേ, ഇവരെല്ലാവരും കൂടി ആ ദ്വീപ് അന്വേഷിച്ച് വീണ്ടും ഇറങ്ങുന്നതാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ഗെയിമിലുള്ള ടൈം ആയതാണ്. അവിടെയായിട്ട് എല്ലാവരെയും ഒരു സ്ഥലത്തായിട്ട് കൊണ്ടുവരും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൗണ്ട് പോലത്തെ സ്ഥലമാണ്. അവിടെയായിട്ട് 50 റൂമും ഉണ്ട്. ഈ ഒരു റൗണ്ട് പോലത്തെ സംഭവം എപ്പോഴും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ടൈമിൽ തന്നെ പാട്ടും പ്ലേ ചെയ്യും. എന്നാൽ ലാസ്റ്റ് ഒരു നമ്പർ പറയുമ്പോൾ ആ നമ്പർ എത്രയാണോ ആ ആൾക്കാരെയും കൊണ്ട് ഈ റൂമിലായിട്ട് കയറണം. റൂമിനകത്ത് ആൾക്കാർ കൂടാനും പാടില്ല, കുറയാനും പാടില്ല, എല്ലാവർക്കും റൂമിൽ കയറാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ബാക്കി വരുന്ന ആൾക്കാരെ അപ്പം തന്നെ ഷൂട്ട് ചെയ്ത് കൊന്നു കളയും. ഇതാണ് ഗെയിം. അങ്ങനെ ആദ്യത്തെ ഗെയിം സ്റ്റാർട്ട് ചെയ്യും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെയും കൊണ്ട് ഓടും. അതിനകത്ത് ഏത് റൂമിലാണോ ആളില്ലാത്തത് ആ റൂമിനകത്ത് വന്നിട്ട് നമ്മുടെ ഈ മാസ്ക് കിട്ടിയ ആൾക്കാർ അപ്പോഴും തന്നെ കൊന്നു കളയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഗെയിം കുറേ തവണ മൂവ് ആവും. ഇതിനകത്ത് നമ്മളുടെ ആ അമ്മൂമ്മയും മോനും ഇല്ലേ, അതിനകത്ത് ആ ചെറുക്കനെ 3 എന്നുള്ള നമ്പർ കേൾക്കുന്നതും അവനെ ആൾക്കാർ പിടിച്ചുകൊണ്ടങ്ങ് പോകും. അവനും അവിടെ റിജക്ഷൻ ഒന്നും കാണിക്കാണ്ട് അവരുടെ കൂടെ പോവും. ഈ മുത്തശ്ശിക്ക് നല്ല സങ്കടവും. എന്നാൽ അവരെ പെട്ടെന്ന് തന്നെ രണ്ടുപേരും വന്ന് എടുത്തുകൊണ്ട് പോകും. അത് വേറെ ആരുമല്ല, നമ്മളുടെ ഹീറോയും ആ മാസ്ക് കിട്ടിയ ആളുമായിരുന്നു. ഇവിടെ ഈ മുത്തശ്ശി ഭയങ്കര വിഷമത്തിൽ നിൽക്കുക. പെട്ടെന്ന് തന്നെ ആ ഗെയിം കഴിയുന്നത് മോൻ പുറത്തോട്ട് ഇറങ്ങി വരും. അമ്മ പെട്ടെന്ന് തന്നെ മോനെ ചെന്ന് കെട്ടിപ്പിടിക്കും. അവനും അവിടെ കിടന്ന് കരയും, എന്നോട് ക്ഷമിക്കണോ അമ്മ, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്നും പറഞ്ഞിട്ട്. അങ്ങനെ വീണ്ടും ഗെയിം സ്റ്റാർട്ടാവും. അടുത്ത നമ്പർ പറഞ്ഞിരിക്കുന്നത് തന്നെ 6 ആയിരുന്നു. ഇവിടെ നമ്മളുടെ ആ മുത്തശ്ശിയും റോസും ഒക്കെ ഇല്ലേ, അവരെല്ലാവരും ഒരു ടീമായിട്ട് ഒരു റൂമിലായിട്ട് കയറാനായിട്ട് ചെല്ലുന്നതും അവരുടെ കൂട്ടത്തിലുള്ള ഇന്നസെന്റ് ഗേളിനാണെങ്കിൽ ഇവർ
ആരുടെ കൂടെ ആ റൂമിൽ കയറാൻ പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ റോസ് അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ വരുന്നതും സമയം അവസാനിക്കാറായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ ആ യൂട്യൂബർ ആ റൂമിലോട്ട് കയറി വന്നിട്ട് കഥകങ്ങ് ലോക്ക് ചെയ്യും. പെട്ടെന്ന് തന്നെ ആ ഇന്നസെന്റ് ഗേളിലെ അവൾ ആ കഥകിന്റെ പുറത്തു വന്ന് നിൽക്കുന്നതും ആ മാസ്ക് ഇട്ട ആൾക്കാർ വന്ന് അവളെങ്ങ് കൊന്നുകളയും. ഇത് നമ്മളുടെ റോസിനെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ലായിരുന്നു. അവൾ അവിടെ കിടന്ന് ഭയങ്കര ബഹളം വയ്ക്കും. ആ യൂട്യൂബറിനെ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങും. അപ്പോൾ അവൻ പറയും, നീ എന്തോ ഈ പറയുന്നത്, ഞാൻ കറക്റ്റായിട്ട് ഈ റൂമിൽ കയറില്ലായിരുന്നു എങ്കിൽ നിങ്ങളെല്ലാവരും ഇപ്പം മരിച്ചു പോയാനേ എന്ന്. ഇത് കേൾക്കുന്ന ആ പ്രഗ്നന്റ് ലേഡി പറയും, അവൻ പറഞ്ഞത് ശരിയാണ് എന്ന്. അവിടെയായിട്ട് നമ്മുടെ റോസ് ആണെങ്കിൽ അവളെ തന്നെ ഭയങ്കരമായിട്ട് ബ്ലെയിം ചെയ്യും. എന്നെ കാരണമാണ് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഞാൻ ആ എക്സ് മാർക്ക് കൊടുത്തിരുന്നെങ്കിൽ എൻ്റെ കൂടെ അവൾ ഇപ്പോഴും ഉണ്ടായിരുന്നേനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഗെയിമിനകത്ത് അവിടെ അനൗൺസ് ചെയ്യുന്നത് 2 നമ്പറാണ്. എല്ലാവരും 2 ആൾക്കാരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറിയോടും. അവിടെയായിട്ട് നമ്മുടെ മാസ്ക് ഇട്ട ആള് നമ്മുടെ ഹീറോയുടെ കൂട്ടുകാരനില്ലേ അവനുമായിട്ടാണ് പിടിച്ചോണ്ട് ഓടുന്നത്. അവരൊരു റൂമിൽ വന്ന് കയറുമ്പോൾ ആ റൂമിൽ ഓൾറെഡി ഒരാളുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മാസ്ക് ഇട്ട ആള് പറയും, മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയെന്ന്. എന്നാൽ അവൻ കേൾക്കാൻ റെഡി ആകത്തില്ല. മാസ്ക് ഇട്ടവനാണെങ്കിൽ ഒരു ദാക്ഷിണ്യം ഇല്ലാണ്ട് ആ ആളിനെ അപ്പോഴും തന്നെ കഴുത്ത് തിരിച്ച് അങ്ങ് കൊന്നുകളയും. ഇതൊക്കെ നമ്മളുടെ നായകന്റെ ഫ്രണ്ട് കണ്ടുകൊണ്ട് നിൽക്കും. അവൻ ഭയങ്കര ഷോക്കായി പോവും. ഇവിടുത്തെ റൂൾ എന്ന് പറഞ്ഞാൽ ഒരു റൂമിനകത്ത് 2 പേരെ ജീവനോടെ കാണാവൂ എന്നല്ലേ. ജീവനില്ലാത്ത ഒരാളുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നും ഇല്ലല്ലോ. അതിന്റെ പേരിലാ ഇങ്ങനെ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഈ ഗെയിമൊക്കെ കഴിഞ്ഞിട്ട് കുറെ ആൾക്കാർ മരിച്ചതിന്റെ സങ്കടത്തിൽ എല്ലാവരും തിരിച്ചു വരുന്നതാണ്. അതിനുശേഷം നമ്മുടെ ആ സ്പൈനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പൊ ഒരു ദ്വീപ് കണ്ടുപിടിച്ച് ഡ്രോണൊക്കെ വെച്ച് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെയായിട്ട് ഒരു സ്ഥലത്തായിട്ട് ഒരു ഇരുമ്പ് പെട്ടി കാണുന്നത്. അവർ പറയും, നമുക്ക് അവിടെ പോയി സെർച്ച് ചെയ്ത് നോക്കാമെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ യൂട്യൂബറില്ലേ അവനാണെങ്കിൽ പ്രഗ്നന്റ് ലേഡിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറയുന്നത്, നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് സുഖമായിട്ട് ജീവിക്കണം എന്ന്. അപ്പൊ അവള് ചോദിക്കും, നിനക്ക് എവിടുന്നാ ഇപ്പൊ ഇത്രയ്ക്ക് വലിയ സ്നേഹം വന്നത്? എന്റെ ക്യാഷ് കണ്ടിട്ടായിരിക്കും അല്ലേ, നിനക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? എന്നാൽ നമ്മളുടെ ആ യൂട്യൂബർ പറയും, എനിക്ക് അങ്ങനെയൊന്നുമുള്ള ചിന്തയില്ല എന്ന്. സത്യം പറഞ്ഞാൽ ഇവരിങ്ങനെ സംസാരിക്കുന്നത് നമ്മളുടെ ആ പാട്ടുകാരനും ടീമും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് ചോദിക്കും, ഇവർക്ക് രണ്ടുപേർക്കിടയിൽ എന്താണ് ബന്ധം എന്ന്. ഇനി ഒരു പക്ഷേ അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ ഇവനായിരിക്കോ എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. അവിടെയായിട്ട് നമ്മുടെ മുത്തശ്ശി എടുത്ത് ആ മന്ത്രവാദി പെണ്ണുപിള്ളിയിലെ അവർ വന്ന് ഓരോന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ മുത്തശ്ശി വിചാരിക്കും, ഇവർക്ക് എന്താ വട്ടാണോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ആ മിന്നിനെയാണ്. അവളാണെങ്കിൽ ഇപ്പൊ മാസ്ക് മാറ്റുന്നതും അവളുടെ മുഖത്തായിട്ട് പാടുണ്ട്. അതേസമയം തന്നെ ഒരുത്തം വന്നിട്ട് അവളുടെ അടുത്ത് പറയും, നീ ആദ്യമേ തൊട്ടേ ഞങ്ങളുടെ വഴിയിൽ വരാതിരുന്നതെങ്കിൽ നിന്നെ ഞങ്ങൾ ഒരിക്കലും ഒന്നും ചെയ്യത്തില്ലായിരുന്നു എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ മാസ്ക് ഇട്ടവൻ്റെ അടുത്ത് പറയുന്നതാ, നമുക്ക് കുറച്ച് ആൾക്കാരെ കൺവീൻസ് ചെയ്യിക്കണം എന്ന്. എന്നാൽ മാസ്ക് ഇട്ടവൻ പറയും, വേണ്ട, നമ്മളൊന്നും പറയാൻ പോകണ്ട. എല്ലാവർക്കും എന്താണോ തോന്നുന്നത് അവരതേപോലെ തന്നെ ചെയ്യട്ടെ. നമ്മളായിട്ടൊന്നും സംസാരിക്കാൻ പോകണ്ട. അത് അവസാനം നമുക്ക് തന്നെയായിരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് വോട്ടിംഗ് എവിടെ സ്റ്റാർട്ട് ആവുന്നതാണ്. ഇപ്പോൾ വോട്ടിംഗ് പൊക്കോണ്ടിരിക്കുന്നത് ഈക്വൽ ആയിട്ടാണ്. അതേസമയം തന്നെ നമ്മുടെ ആ സ്പൈ ഇല്ലേ അവരാണെങ്കിൽ ആ ഒരു ദ്വീപിലായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ആ ഒരു തകിടിന്റെ സംഭവം വന്ന് തുറന്നു നോക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ബ്ലാസ്റ്റ് ആവും. അതിനകത്ത് ഒരുത്തൻ മരിച്ചു പോവുകയും ചെയ്യും. അതേപോലെ തന്നെ ഒരുത്തന് നല്ല പരിക്കും പറ്റും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവിടെ ഈ വോട്ടിംഗ് നടക്കുന്നതാ. ലാസ്റ്റ് വോട്ട് ചെയ്യാൻ വന്നേക്കുന്നത് തന്നെ നമ്മളുടെ മാസ്ക് ഇട്ട ആളാണ്. ഇവനെ കാണുന്നത് നമ്മളുടെ ഹീറോയുടെ കൂട്ടുകാരൻ പറയും, എനിക്ക് ഇവനെ കാണുന്നതേ നല്ല പേടിയാവുന്നുണ്ട് എന്ന്. അപ്പൊ നമ്മുടെ ഹീറോ ചോദിക്കും, അതിന് അവൻ എന്തോ ചെയ്തു? അത് കേൾക്കുന്നേയും നമ്മുടെ ആ ഫ്രണ്ട് ആണെങ്കിൽ സ്റ്റോറി പറയാനായിട്ട് വരുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ ആ മാസ്ക് ഇട്ടവനാണെങ്കിൽ അവിടെയായിട്ട് എക്സ് ആണ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഈക്വൽ ആയിട്ടാണ് വോട്ടിങ് നിൽക്കുന്നത്, 50-50 എന്നുള്ള രീതിക്ക്. അപ്പോൾ അവിടെ നിൽക്കുന്ന ആ പിങ്ക് ഡ്രസ് ഇട്ട ആൾക്കാരില്ലേ അവര് പറയും, എന്തായിരുന്നാലും ഇപ്പൊ ഈക്വൽ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അടുത്ത ദിവസം ഒന്നുകൂടി വോട്ടിംഗ് നടത്താം. ആരുടെയെങ്കിലും മൈൻഡ് മാറുവാണെങ്കിൽ അതിനനുസരിച്ച് തീരുമാനം എടുക്കാം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ആ സ്പൈയുടെ ടീമില്ലേ അവരാണെങ്കിൽ വീണ്ടും സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നതാണ്. എന്നാൽ അവിടെ ആ ബോട്ട് ഓടിക്കുന്ന ആൾ പറയും, നിങ്ങൾ ഇനിയും ഇത് തുടരാൻ പോവുകയാണോ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓൾറെഡി എല്ലാവരും ട്രാപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. എന്നാൽ അവരതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. അവർ പറയും, ഇല്ല, ഞങ്ങൾ മുമ്പോട്ട് തന്നെ പോവാനാ തീരുമാനിച്ചിരിക്കുന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഹീറോയുടെ കൂട്ടുകാരും കൂടി നടന്നു വരാൻ നേരത്ത് അവൻ ചോദിക്കുന്നതാ, നീ എന്തോ നേരത്തെ എൻ്റെ അടുത്ത് പറയാൻ വന്നേ? എന്നാൽ ഹീറോയുടെ കൂട്ടുകാരൻ പറയാം, അതൊന്നും ഇല്ലടാന്ന് പറഞ്ഞിട്ട് പറയാതെ അങ്ങ് പോവും. അവിടെയായിട്ട് നമ്മളുടെ ഹീറോ ആണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഫുഡ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്തായിട്ടൊരു ഫോർക്കും വെച്ചിട്ടുണ്ട്. ഇത് കാണുന്നേ നമ്മളുടെ ഹീറോ ഭയങ്കരമായിട്ടും പേടിക്കും. അതായത് അടുത്ത ഇവരുടെ പ്ലാൻ എന്ന് പറയുന്നത് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കൊല്ലണം എന്നാണ്. അതേസമയം തന്നെ ബാത്റൂമിലായിട്ട് നമ്മളുടെ ആ യൂട്യൂബർ ഇരിക്കാൻ നേരത്ത് അവനെ ചുമ്മാ ശല്യം ചെയ്യാനായിട്ട് നമ്മളുടെ ആ പാട്ടുകാരൻ വരും. എന്നിട്ട് ചോദിക്കും, നീ എന്തിനാ ഇപ്പോഴും എക്സ് കൊടുത്തത് എന്ന്. അവിടെ ഇവർക്കിടയിൽ നല്ലൊരു ഫൈറ്റ് തന്നെ സ്റ്റാർട്ടാവും. എന്നാൽ ഇവിടെയായിട്ട് ആ പാട്ടുകാരൻ എല്ലാവരും വിളിച്ചു പറയും, നമ്മൾ ഓയിൽ ക്ലിക്ക് ചെയ്ത എല്ലാവരും ഈ എക്സിൽ ക്ലിക്ക് ചെയ്തവന്മാര് ഒരുമാതിരി ഓരോന്ന് പറയുക, മോശം പറയുക എന്ന്. അതായത് ഇവിടെ കലഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് കേൾക്കുന്നതും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും.
ഇവിടെ ഫൈറ്റ് ഭയങ്കര കാര്യമായിട്ട് പൊക്കോണ്ടിരിക്കുവാണ്. അവസാനം നമ്മുടെ യൂട്യൂബർ ഇല്ലേ, അവനാണെങ്കിൽ അവന്റെ കയ്യിരുന്ന ഫോർക്ക് എടുത്തിട്ട് നമ്മുടെ ആ പാട്ടുകാരന്റെ കഴുത്തിനിട്ടൊരു കുത്തങ്ങ് വെച്ചു കൊടുക്കും. അവൻ ആ സ്പോട്ടിൽ തന്നെ അവിടെ മരിക്കാനായിട്ട് ഒരുമാതിരി വീണി നടക്കും. നമ്മളുടെ ഈ യൂട്യൂബർ ഭയങ്കരമായിട്ട് പേടിച്ചു പോയായിരുന്നു. അവൻ വേഗം തന്നെ ബാത്റൂമിൽ കയറി കഥകങ്ങ് അടച്ചിരിക്കും. അതേസമയം തന്നെ നമ്മുടെ പാട്ടുകാരന്റെ ആ ഫ്രണ്ടില്ലേ, അവനാണെങ്കിൽ നമ്മുടെ പാട്ടുകാരന്റെ കഴുത്തിരിക്കുന്ന ഫോർക്ക് ഊരിയിട്ട് ബാക്കിയുള്ളവന്മാരെയൊക്കെ എടുത്തിട്ട് കുത്തും. അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര ബഹളമാണ്. അവസാനം അവിടെയായിട്ട് ഈ ഓയിൽ ക്ലിക്ക് ചെയ്ത കുറെ എണ്ണം നമ്മളുടെ ഈ റൂമിലായിട്ട് വന്നിട്ട് എല്ലാവരും പറയും, ഞങ്ങളെ എല്ലാവരെയും കൂടെ ആ എക്സിൽ ക്ലിക്ക് ചെയ്ത കുറെ എണ്ണം അറ്റാക്ക് ചെയ്തു, നമ്മളിൽ കുറെ ആൾക്കാർ മരിച്ചുപോയി എന്ന്. ഇത് കേൾക്കുന്നതും എല്ലാവരും അങ്ങ് ഭയങ്കര ആക്റ്റീവ് ആവും. അവർ പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും പണം വേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ കൊല്ലുവാണോ എന്ന്. അങ്ങനെ അവിടെ ഭയങ്കര ബഹളം തന്നെ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ആ ബോട്ടിൽ ട്രാവൽ ചെയ്ത് വരുന്ന നമ്മുടെ സ്പൈഡർ ആൾക്കാരില്ലേ, അവരെയാണ്. അതിനകത്ത് ഒരുത്തനാണെങ്കിൽ നൈറ്റ് ടൈമിൽ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഒമിറ്റ് ചെയ്യാൻ വരും. അവൻ പുറത്തോട്ട് വന്ന് ഒമിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഡ്രോണിന്റെ റൂമിലായിട്ട് ഭയങ്കര വെട്ടം കാണും. വന്ന് നോക്കുമ്പോൾ നമ്മുടെ ആ ക്യാപ്റ്റൻ തന്നെയാണ്. അയാളെടുത്ത് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഒന്നുമില്ല, ഞാൻ ഈ ഡ്രോണൊക്കെ ഒന്ന് നോക്കുമായിരുന്നു എന്ന്. അപ്പോൾ അവിടെ വന്നേക്കുന്ന ആൾ ചോദിക്കും, നിങ്ങൾ അതിനകത്ത് വേറെ പണിയൊന്നും ചെയ്തില്ലല്ലോ. എന്നാൽ നമ്മുടെ ഈ ക്യാപ്റ്റൻ ആണെങ്കിൽ ഒന്നും നോക്കാണ്ട് അവന്റെ വയറ്റിലായിട്ട് അയാളുടെ കൈയിരുന്ന സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നല്ലതുപോലെ കുത്തി അവനെ ആ വെള്ളത്തിലങ്ങ് തള്ളിയിടും. നമ്മളത് ഒട്ടും എക്സ്പെക്ട് ചെയ്യത്തില്ല. യഥാർത്ഥത്തിൽ ഈ ക്യാപ്റ്റൻ നല്ലവനാണെന്നാണ് വിചാരിച്ചത്. എന്നാൽ ഇയാളുടെ മോട്ടീവ് എന്തുവാന്ന് കൂടി ഇപ്പൊ അറിയത്തില്ല. അവിടെയായിട്ട് ആ സമയത്ത് തന്നെ ചായ വരും. ക്യാപ്റ്റൻ അവിടെ പറയും, ഞാൻ ഉറക്കം വരാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു, വേറെ ഒന്നുമില്ല എന്ന്. അങ്ങനെ ചായ അവിടെ നിന്ന് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഗെയിമിന്റെ ആ ഒരു റൂമിലാണ്. അവിടെ എല്ലാവരും പരസ്പരം കൗണ്ട് എടുക്കും. അതായത് എക്സ് വോട്ട് ചെയ്തവർ എത്രയാണ്, ഓ വോട്ട് ചെയ്തവർ എത്രയാണ് എന്ന്. ഇവിടെ ഓ വോട്ട് ചെയ്തവരുടെ എണ്ണത്തിലാണ് നല്ലൊരു കുറവ് തന്നെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ എക്സ് വോട്ട് ചെയ്തെടുത്ത് നമ്മളുടെ നായകൻ പറയാൻ തുടങ്ങും, നിങ്ങൾ എല്ലാവരും ഇന്ന് സേഫ് ആയിട്ടിരിക്കണം, നിങ്ങളെ എല്ലാവരെയും കൊല്ലാൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യും, അതുകൊണ്ട് നല്ല സൂക്ഷിച്ചൊക്കെ ഇരിക്കണം എന്ന് നമ്മളുടെ ഹീറോ അവിടെ നല്ലതുപോലെ അഡ്വൈസ് ഒക്കെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഈ ഗെയിം നടത്തുന്നിടത്തെ ആൾക്കാരാണെങ്കിൽ കുറച്ച് പേര് ആരും കാണാണ്ട് ഓർഗൻസിനെ എല്ലാം വെള്ളം ത്രൂ കടത്തി വിടുന്നതാണ്. അവിടെയായിട്ടൊരു ഓഫീസർ ഉണ്ടല്ലോ, അയാൾക്കും ഇതിന്റെ ഇൻഫർമേഷൻസ് എല്ലാം കിട്ടുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ ഹീറോ ആണെങ്കിൽ അവന്റെ കൂടെയുള്ള ആൾക്കാരത് പറയുന്നതാണ്, നിങ്ങൾ എന്ത് വില കൊടുത്തും വേറെ ഒന്നിലും പോവരുത്, നിങ്ങൾ എവിടെയെങ്കിലും സേഫ് ആയിട്ടിരിക്കണം എന്ന്. നമുക്ക് എന്തായിരുന്നാലും എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് കാണാം. ഇവിടെ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു കഴിയുമ്പോൾ ഇവിടെ ആയിട്ട് ആ പിങ്ക് ഡ്രസ്സിട്ട ആൾക്കാർ വരും. നമുക്കപ്പോൾ അറ്റാക്ക് ചെയ്യാം, അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഗണ്ണ് വാങ്ങിച്ചെടുക്കാം, അതൊക്കെയാണ് അവൻ്റെ പ്ലാൻ എന്ന് പറയും. ഇവിടെ എല്ലാവരും അതിന് സമ്മതിക്കും. ഇവൻ പറയുന്നത് തന്നെ ഇതിൻ്റെ മുകളിലുള്ള ആൾക്കാരെ നമ്മൾ പിടിച്ച് അവരെ ഇല്ലാതാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഗെയിമിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ എന്നാണ്. അത് കഴിഞ്ഞ് അവരുടെ റൂമിലുള്ള ലൈറ്റൊക്കെ ഓഫ് ആവുന്നതും ആ ഓ ടീമിലുള്ള ആൾക്കാർ എക്സ് ടീമിലുള്ള ആൾക്കാരെല്ലാം കൊല്ലാൻ വേണ്ടിയിട്ട് വരും. ഒരുപാട് ആൾക്കാർ അതിൻ്റെ പേരിൽ മരിച്ചു പോവുകയും ചെയ്യും. അവിടെയായിട്ട് നമ്മളുടെ ആ പാട്ടുകാരൻ്റെ ഫ്രണ്ടില്ലേ, അവൻ ആ പാട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് ആ ടാബ്ലറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അവനത് കഴിച്ചിട്ടിപ്പോൾ വട്ടായി നടക്കുകയാണ്. അവനാണെങ്കിൽ ആദ്യമേ തന്നെ ആ മുടി ബോബ് ചെയ്ത ഒരു പെങ്കൊച്ചുണ്ട്, അവളെ വന്ന് കൊന്നങ്ങ് കളയും. ഇത് കാണുന്നതും അവളുടെ കൂടെയുള്ള ഇന്നസെന്റ് ആയിട്ടുള്ള ഒരുത്തനുണ്ട്. അവന് സങ്കടം വന്നിട്ട് അവൻ അവളെ രക്ഷിക്കാൻ നോക്കും, എന്നാൽ ഒന്നും നടക്കത്തില്ല. ഇവിടെ നമ്മളുടെ ഹീറോ പറഞ്ഞതുപോലെ തന്നെ കുറെ പേരെ കൊന്നു കഴിയുന്നതും പിങ്ക് ഡ്രസ്സിട്ട ആൾക്കാരാണെങ്കിൽ ഇവരെ എല്ലാവരെയും അടക്കിയിരുത്താൻ വേണ്ടിയിട്ട് ഗണ്ണും ഒക്കെ ആയിട്ട് അകത്തോട്ട് കയറി വരും. നമ്മളുടെ ഹീറോയുടെ ആൾക്കാരാണെങ്കിൽ അവിടെ മരിച്ചതുപോലെ കിടക്കും. ഇതെല്ലാം ഇവരുടെ പ്ലാനിനകത്തുള്ള ഒന്നായിരുന്നു. അതായത് മരിച്ചതുപോലെ കിടന്നിട്ട് ഈ പിങ്ക് ഡ്രസ്സുകാർ അവരുടെ അടുത്ത് വരുന്നതും അപ്പോഴും തന്നെ അവരുടെ കയ്യിൽ നിന്ന് ഗൺ വാങ്ങി അവരെല്ലാവരെയും അറ്റാക്ക് ചെയ്യണം എന്ന്. ഇവിടെ നമ്മളുടെ മാസ്ക് ഇട്ടവനില്ലേ, അവനും അവൻ്റെ ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവരുടെ കൂടെ തന്നെ നിൽക്കും. അതിനകത്ത് ഒരുത്തനാണെങ്കിൽ ഗണ്ണ് കിട്ടുന്നതും ആ ഓ ടീമിലുള്ള ആൾക്കാരെ ഷൂട്ട് ചെയ്യാൻ വരും. അപ്പോൾ നമ്മളുടെ ഹീറോ വന്നിട്ട് തടഞ്ഞിട്ട് പറയും, നീ അങ്ങനെ ചെയ്യരുത്, ഇവർ നമ്മളുടെ കൂട്ടത്തിലുള്ള ആളാണ്, നമ്മളിപ്പോൾ കൊല്ലേണ്ടത് ഈ ഗെയിമിന്റെ മെയിൻ ആൾക്കാരെയാണ് എന്ന്, അവരാണ് നമ്മുടെ ശത്രു എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഇവര് പ്ലാൻ അനുസരിച്ച് തന്നെ മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. അവിടെയായിട്ട് പിങ്ക് ഡ്രസ് ഇട്ട ഒരുത്തനുണ്ടായിരുന്നു. അവരുടെ അടുത്ത് പറയും, നീ ഞങ്ങളെ ഇതിന്റെ മെയിൻ ഓഫീസിലോട്ട് കൊണ്ടുപോകണോ എന്ന്. അവിടെയായിട്ട് നമ്മളുടെ റോസ് ആണെങ്കിൽ എങ്ങനെയാണ് ഗണ്ണ് പോയിന്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ലോഡ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അവിടെയായിട്ട് നിൽക്കുന്ന നമ്മുടെ പൊടിക്കൊച്ചിന്റെ അച്ഛനില്ലേ, അവൻ ചോദിക്കും, നിനക്ക് എങ്ങനെ ഇതൊക്കെ അറിയാവുന്നതെന്ന്. അപ്പോൾ നമ്മളുടെ റോസ് പറയും, ഞാനൊരു ആർമിക്കാരനായിരുന്നു. ഇവിടെ നമ്മളുടെ ഹീറോ ആണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ ചോദിക്കും, നിങ്ങൾ ആരെങ്കിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നുണ്ടോ എന്ന്. എന്നാൽ വേറെ ആരും അതിന് റെഡി ആയിരുന്നില്ല. അങ്ങനെ നമ്മളുടെ ഹീറോയും ടീമും കൂടി ചേർന്നിട്ട് ആ മുകളിലുള്ള സ്ക്വിഡ് ഗെയിം നടത്തുന്ന മെയിൻ ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് ഒരുങ്ങും.
അവിടെയായിട്ട് ഒരുപാട് പിങ്ക് ഡ്രസ് ഇട്ട ആൾക്കാരാണെങ്കിൽ ഇവരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഇവരെ വാച്ച് ചെയ്തുകൊണ്ട് നമ്മളുടെ ആ ഓഫീസറും ഉണ്ട്, അതും CCTV ത്രൂ. അപ്പൊ അയാളാണെങ്കിൽ കുറെ ആൾക്കാരെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടും. ഇവിടെ നമ്മുടെ റോസ് ആണെങ്കിൽ എല്ലാം പ്രൊആക്റ്റീവായിട്ടാ ചെയ്യുന്നത്. അവൾ ആദ്യമേ തന്നെ അവിടെയുള്ള CCTV ക്യാമറയൊക്കെ അങ്ങ് ഷൂട്ട് ചെയ്ത് ഇല്ലാണ്ടാക്കും. എന്നിട്ട് അവളാണെങ്കിൽ അവിടെയുള്ള ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ഇവിടെയായിട്ട് നമ്മളുടെ ഹീറോ ഇല്ലേ, ഹീറോ ആണെങ്കിൽ ആ പിങ്ക് ഡ്രസ് ഇട്ട് അവനെ കൊണ്ടുവന്നിട്ട് അവിടെ ചോദിക്കും എങ്ങനെയാണ് അവരുടെ മെയിൻ ഓഫീസിലോട്ട് പോകുന്നത് എന്ന്. അവിടെ അവൻ പറയും മാസ്ക് എടുത്തിട്ട് മാസ്ക് സ്കാൻ ചെയ്താൽ മാത്രമേ അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ എന്ന്. അവിടെയായിട്ട് അവൻ നോക്കുമ്പോൾ നമ്മളുടെ ഈ കറുത്ത മാസ്ക് ഇട്ട അവൻ്റെ ഫേസ് കാണുക അവൻ ഭയങ്കര ഷോക്കായിട്ട് നിൽക്കും. എന്നാൽ അതേ ടൈമിൽ തന്നെ അവന് ഷൂട്ട് വേക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഹീറോയും ഹീറോയുടെ ഫ്രണ്ടും കൂടി മുകളിലത്തെ ആ ഓഫീസിലോട്ട് പോകാനായിട്ട് ഒരുങ്ങുന്നതാണ്. ബാക്കി എല്ലാവരും അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മളുടെ ഹീറോ അങ്ങനെ മുകളിലെത്തുന്നതും അവിടെയും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ ഷൂട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ബുള്ളറ്റ് തീരാറായിരിക്കുക. എന്നാൽ ഇവിടെയായിട്ട് നമ്മുടെ ബ്ലാക്ക് മാസ്ക് ഇല്ലേ, അവരുടെ അടുത്തായിട്ട് ടേയും ഒക്കെ ഉണ്ട്. അവന് നല്ല പേടിയാണ് ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട്. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അല്ലാണ്ട് എവിടെയൊക്കെയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറയും നീ ഇങ്ങനെ അനാവശ്യമായിട്ട് ബുള്ളറ്റ് വേസ്റ്റ് ആക്കല്ലേ, നമ്മളുടെ കയ്യിൽ ബുള്ളറ്റ് കുറവാണ് എന്ന്. അവസാനം നമ്മുടെ ഹീറോ ആണെങ്കിൽ ബ്ലാക്ക് മാസ്കിനെ വിളിച്ചിട്ട് പറയും ഞങ്ങളുടെ കയ്യിൽ ബുള്ളറ്റ് തീർന്നു, ഞങ്ങൾക്ക് ബാക്കപ്പ് വേണോ എന്ന്. ഇത് നമ്മളുടെ ബ്ലാക്ക് മാസ്ക് അവിടെ എല്ലായിടത്തും പറയുന്നതും ടേ അവിടെ പറയും ഞാൻ പോയി ബുള്ളറ്റ് ശേഖരിച്ചിട്ട് വരാമെന്ന്. അങ്ങനെ അവൻ വേഗം തന്നെ അവന്റെ കയ്യിലുള്ള വയർലെസ്സുമായിട്ട് അവിടെ നിന്ന് അങ്ങ് പോവും. അവൻ നേരെ അവരുടെ ആ റൂമിൽ വന്നിട്ട് അവിടെ മരിച്ചു കിടക്കുന്ന ആ സോൾജേഴ്സ് ഇല്ലേ, അവരുടെ കയ്യിൽ നിന്ന് ബുള്ളറ്റ് ഒക്കെ എടുക്കും. അതേസമയം തന്നെ നമ്മളുടെ ഹീറോ ആണെങ്കിൽ അവിടെ മരിച്ചു കിടക്കുന്ന വേറെ ഡ്രസ് ഇട്ട ആൾക്കാരുണ്ടായിരുന്നു, അവരുടെ കയ്യിൽ നിന്നൊക്കെ ബുള്ളറ്റ് എടുക്കും. അതേസമയം തന്നെ നമ്മളുടെ ആ മാസ്ക് ഇട്ടവനില്ലേ, അവർ രണ്ടുപേരുമായിട്ട് അവിടെ ഇവരുടെ ബാക്കപ്പിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മളുടെ ബ്ലാക്ക് മാസ്ക് ഇട്ടവൻ പറയും ഞങ്ങൾ എന്തായിരുന്നാലും വേറെ വല്ല വഴിയും പോയിട്ട് ഇവന്മാരെ കൊല്ലാൻ വല്ല വഴിയും ഉണ്ടോ എന്ന് നോക്കാം. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹീറോയ്ക്കും അത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നും. അവൻ അങ്ങനെ അവന്റെ കയ്യിലിരുന്ന് ഒരു ഫുൾ ഫില്ലായിട്ടുള്ള ബുള്ളറ്റിന്റെ ഒരു സംഭവം എടുത്ത് കൊടുത്തിട്ട് പറയും നീ ഇത് വെച്ചോ എന്ന്. അപ്പൊ നമ്മുടെ ബ്ലാക്ക് മാസ്ക് ഇട്ടവൻ ചോദിക്കും നിനക്കിത് ആവശ്യമില്ലേ എന്ന്. എന്നാൽ നമ്മളുടെ ഹീറോ വിശ്വസിച്ച് അവനെ അത് ഏൽപ്പിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ആ ടേനെയാണ്. അവനിപ്പോൾ ബുള്ളറ്റ് എല്ലാം എടുത്തിട്ട് തിരിച്ച് അവരുടെ ആ ഫൈറ്റ് ചെയ്യുന്ന സ്ഥലത്തോട്ട് വരാനായിട്ട് ഒരുങ്ങുന്നയാ. എന്നാൽ അവനിപ്പോൾ നല്ലതുപോലെ പേടിച്ചു പോയിട്ടുണ്ട്. അവൻ ഭയങ്കരമായിട്ട് പേടിച്ച് വിറച്ച് നിൽക്കും. അവനെ ആണെങ്കിൽ നമ്മളുടെ റോസ് ഒരുപാട് തവണ കടന്ന് വിളിക്കുന്നുണ്ട്. എന്നാൽ നമ്മളുടെ ടേ മൈൻഡ് പോലും ആക്കത്തില്ല. നമ്മളുടെ ആ ബ്ലാക്ക് മാസ്ക് ഇട്ടവനാണെങ്കിൽ രണ്ടുപേരുമായിട്ട് ഈ ഫൈറ്റ് ചെയ്യുന്ന റോസ് ഉടുപ്പിട്ടവരില്ലേ അവരുടെ പുറകിലായിട്ട് വന്ന് നിൽക്കുവാണ്. എന്നിട്ട് ബ്ലാക്ക് മാസ്ക് ഇട്ടവൻ ബാക്കി രണ്ടുപേർത്തും മുമ്പിലോട്ട് പോകാൻ പറയും. അവർ മുമ്പിലോട്ട് പോകുന്നതും പെട്ടെന്ന് തന്നെ ഇയാളാണെങ്കിൽ അവന്മാരെ രണ്ടുപേരെയും ഷൂട്ട് ചെയ്ത് അങ്ങ് കൊന്നുകളയും. ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണ്. ഇയാൾ ഇത്രയും നേരവും നമ്മളുടെ ടീമിനെ തന്നെയല്ലേ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അയാൾ അയാളുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അയാൾ പെട്ടെന്ന് തന്നെ ആ വയർലെസ്സിനകത്ത് വേറൊരു സിഗ്നൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഓർഡർ കൊടുക്കും എല്ലാവരെയും കൊന്നു കളഞ്ഞേരെ എന്ന്. അവിടെയായിട്ട് ഈ ബ്ലാക്ക് മാസ്ക് ഇട്ടവനാണെങ്കിൽ നേരെ വിളിക്കുന്നത് നമ്മുടെ ഹീറോയിനെയാണ്. എന്നിട്ട് അവൻ്റെ അടുത്ത് ഭയങ്കര ദയനീയമായിട്ട് സംസാരിക്കും. അവിടെയായിട്ട് ഷൂട്ട് ചെയ്യുന്ന സൗണ്ടും കേൾക്കും. നമ്മളുടെ ഹീറോ തന്നെ വിചാരിക്കും അവനും മരിച്ചുപോയി എന്ന്. അതേസമയം തന്നെ നമ്മളുടെ ആ റോസില്ലേ, അവളാണെങ്കിൽ ബുള്ളറ്റിന് വേണ്ടിയിട്ട് ടേയിനെ തേടി ആ റൂമിലായിട്ട് എത്തും. എന്നാൽ അവൻ അവിടെ പേടിച്ച് വിറച്ചിരിക്കുമായിരുന്നു. അതേസമയം തന്നെ അവിടെയായിട്ട് ഒരുപാട് സോൾജേഴ്സും കയറി വരും. അവളാണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നതും ആ മുത്തശ്ശി വന്നിട്ട് പറയും വേണ്ട മോളെ നീ അവരെ ഒന്നും ചെയ്യേണ്ട, അവരൊരുപാട് പേരുണ്ട്, നീ മരിച്ചു പോവുക എന്ന്. അതുകൊണ്ട് തന്നെ റോസ് അവിടെ അനങ്ങാതെ ഇരിക്കും. അതേസമയം തന്നെ നമ്മളുടെ ബാക്കിയുള്ള ടീംമേറ്റ്സ് ഇല്ലേ, അവരെല്ലാവരും അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുമായിരുന്നു. അവിടെയും പിങ്ക് ഡ്രസ് ഇട്ട ആൾക്കാർ വന്നിട്ട് ഓരോരുത്തരായിട്ട് ഷൂട്ട് ചെയ്ത് കളയും. അതായത് നമ്മളുടെ ആ കൊച്ചുകുട്ടിയുടെ അച്ഛനില്ലേ അവനെയും ഷൂട്ട് ചെയ്യും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഹീറോയും അതേപോലെ തന്നെ ഹീറോയുടെ ഫ്രണ്ടും ഇരിക്കാൻ നേരത്ത് അവിടെയായിട്ട് ബ്ലാക്ക് മാസ്ക് ഇട്ടവൻ വരുന്നതാണ്. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയുടെ കയ്യിൽ ഇപ്പോൾ ബുള്ളറ്റ് ഒന്നും ഇല്ലല്ലോ, അവൻ അതുകൊണ്ട് നിസ്സഹായ അവസ്ഥയിലാണ്. ആ ബ്ലാക്ക് മാസ്ക് ഇട്ടവനാണെങ്കിൽ അവൻ്റെ യഥാർത്ഥ രൂപത്തിൽ വരുന്നതും അവിടെയായിട്ട് അവൻ പറയും നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കത്തില്ല, നിന്റെ ഗെയിം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിക്ക് അവൻ്റെ നേർക്ക് ഗണ്ണ് പോയിന്റ് ചെയ്യും. എന്നാൽ അവനെ ഷൂട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് അവൻ്റെ ഫ്രണ്ടിനെയാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മളുടെ ഹീറോ ഭയങ്കരമായിട്ടും തകർന്നു പോകും. എന്താണെന്ന് വെച്ചാൽ അവനെ സംബന്ധിച്ച് അവൻ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയതും അവൻ്റെ ഫ്രണ്ടിനെ തന്നെ ആയിരുന്നില്ലേ. അവിടെയായിട്ട് ബ്ലാക്ക് മാസ്ക് പറയും നീ കുറച്ചുകൂടി നന്നായിട്ട് ഗെയിം പ്ലേ ചെയ്യണമായിരുന്നു എന്ന്. ഇത്രയും പറഞ്ഞിട്ടാണ് നമ്മളുടെ സീസൺ 2 അവസാനിക്കുന്നത്. ഇവിടെയായിട്ട് ചെറിയൊരു ക്ലിപ്പും കാണിക്കുന്നുണ്ട്. അതായത് റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ഇല്ലേ, അവിടെയായിട്ട് ഒരു പെൺകുട്ടിയും അതേപോലെ തന്നെ ഒരു ആൺകുട്ടിയും നിൽക്കുന്നത്. ഇതെന്താ ഗെയിമൊന്നും അറിയത്തില്ല, പുതിയ വല്ല ഗെയിമും ആയിരിക്കും. എങ്ങനെയുണ്ടായിരുന്ന എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? സീസൺ 1 ആണോ സീസൺ 2 ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഇനി ഇതിന്റെ ഒരു സീസൺ 3 കൂടി ഇറങ്ങുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 2025 തന്നെയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.